ബോർഡിൽ ഒരു 50 അക്കങ്ങൾ കാണാം. മറ്റൊരു അത്ഭുതം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും ലോകത്തെ ഏറ്റവും ടഫസ്റ്റ് പാസ്വേഡ് എന്ന് പറയും. ഈ 50 അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ അക്ഷരങ്ങളുണ്ട്, 1 മുതൽ 10 വരെ നമ്പറുണ്ട്, സ്പെഷ്യൽ ക്യാരക്ടറുകൾ എല്ലാം സ്റ്റാർ, ഹാഷ്, എല്ലാ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഒറ്റ നോട്ടത്തിന് വെറും 5 സെക്കൻഡ് നോക്കിയിട്ട് ഇത് ഇങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്യാനും ഈ ഓർഡറിൽ പറയാനും ഞാൻ മുമ്പേ പരിചയപ്പെടുത്തിയ ഒരു അത്ഭുത മനുഷ്യനുണ്ട്, IQ മാൻ ഓഫ് കേരള. ഇന്ന് വീണ്ടും നമ്മുടെ ഓഫീസിൽ വന്നപ്പോൾ ഞാനൊരു സ്പെഷ്യൽ ചലഞ്ച് കൊടുത്താണ്. ഇപ്പോൾ തന്നെ അത് നോക്കിയിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞത്. നമുക്ക് അദ്ദേഹത്തിന് വിളിക്കാം. അജി സാർ കമോൺ. ഞാനിവിടെ 50 എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പുറത്തിരിക്കുമ്പോൾ ജസ്റ്റ് സാറിന് എത്ര സമയമാണ് നോക്കേണ്ടത് അത്രയും നോക്കാം. ഇതിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങളുണ്ട്, 1 മുതൽ 9 വരെ അല്ലെങ്കിൽ 0 വരെയുള്ള 10 നമ്പറുകളുണ്ട്. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടറുകൾ സ്റ്റാർ, റൂപ്പീസ്, ഡോളർ, ഹാഷ്, അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ സംഭവമായിരിക്കും. ഒന്ന് നോക്കാം. നോക്കിക്കോളൂ ആദ്യം. ഓണല്ലേ? കഴിഞ്ഞു. എങ്കിലൊന്ന് പറയും. ഇതിന് ബാക്ക്ഗ്രൗണ്ട് എന്താ അറിയാം? എന്റെ A1P7F3J = YL10X + C (S) ∞9 !BI60Q $GW 0% B4 $K &D #2E റുപ്പി 6 #8 M5HU. സത്യത്തിൽ ഇത് എങ്ങനെയാണ്, എന്താ സംഭവം ഒരു പിടുത്തം കിട്ടുന്നില്ല. ഞാൻ മുമ്പ് നിങ്ങളുടെ പെർഫോമൻസ് പലതും കണ്ടിട്ടുണ്ട്, നമ്മൾ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് തന്നത്. ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും പറ്റി തെറ്റുന്നാണ്. ഒരു തെറ്റൊരു സത്യത്തിൽ എനിക്ക് 2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, ഞാൻ ഇത് റാൻഡമായിട്ട് ചോദിക്കുമ്പോൾ പറയണം. 2, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയി മാറിയതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഒരു അല്പസമയം ഇരുന്ന് സംസാരിക്കും. ഇന്ന് തന്നെ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചാനലിനെ കൊടുത്തിട്ടില്ല. നമ്മളുടെ ചാനൽ എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കാണുന്നതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി നമുക്കത് ഇതിലേക്ക് എത്തിയത് എന്നുള്ളത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ 2 ഇതിൽ റാൻഡമായിട്ട് എന്തെങ്കിലും ചോദിക്കട്ടെ. എന്താണ് ചോദിക്കേണ്ടത്? ഇപ്പം സ്പെഷ്യൽ ക്യാരക്ടർ ഏതൊക്കെയാണെന്ന് അറിയണോ? സ്പെഷ്യൽ ക്യാരക്ടർ പറയും. അതോ എന്താ നമ്പർ അറിയണോ? പ്ലസ് എവിടെയുള്ളത്? പ്ലസ് എന്ന് പറയുന്നത് സീനും എക്സിനും ഇടയ്ക്കാണ്. കറക്റ്റ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ എഫിന് താഴെയാണ് തോന്നുന്നത്. എഫിന് താഴെയാണ് എന്ന് വെച്ചാൽ 6 മോളി. ഓക്കെ, ഒരടുത്ത് ഈ ഡോളർ ഡോളർ എന്ന് പറഞ്ഞാൽ കെയുടെ ഫ്രണ്ടിലാണ്. കെയുടെ ഫ്രണ്ടിലാണ് എന്ന് വെച്ചാൽ 4 ശേഷമാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഹാഷിന് മുകളിലാണ്. എന്ന് വെച്ചാൽ 6 താഴെയാണ്. സത്യത്തിൽ ഇത് എങ്ങനെയായിരിക്കും? ഞാൻ കുറെ സമയം ഇങ്ങനെ എഴുതിയതിനു ശേഷം ഞാൻ കുറെ നോക്കിയത് എങ്ങനെയെങ്കിലും ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല. പല വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ഇതിന്റെ കാര്യം. ഇത് ഫോട്ടോഗ്രാഫി മെമ്മറിയാണ്, വിസ്തൃതി എന്ന് പറയും. വേദിക് കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ കൊണ്ടുവരുന്ന ഒരു ടാലന്റ് ആണ്. പ്രാക്ടീസ് ചെയ്താൽ നമുക്കൊക്കെ പറ്റുന്നതാണ്. നമ്മൾ ശീർഷാസനം നമ്മൾ ഭാഗം എടുത്തായിരുന്നല്ലോ. അപ്പൊ ഇതേപോലെ നമ്മളുടെ യോഗ, പ്രാണായാമ മെത്തേഡ് വഴി നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. അതിന്റെ ചിട്ടയുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും. വീണ്ടും അമേസിംഗ്, ഒരു രക്ഷയില്ല. വണ്ടർഫുൾ പെർഫോമൻസ്, ഒരു തെറ്റുപോലും വരുത്താതെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഇതെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്കിവിടെ കാണാം. എല്ലാ ഇൻഡോർസും ഞാൻ അത് പറയുന്നുണ്ട്. ഇതുപോലെ കാണാം. അതുകൊണ്ടാണ് എനിക്ക് കാണാം. ഇപ്പം വൈ കണ്ടാൽ എനിക്കറിയാം. വൈ എന്ന് പറഞ്ഞാൽ വൈയുടെ മുകളിൽ A ആണ്, വൈയുടെ താഴെ കിടന്നത് എക്സ്ക്ലമേറ്ററി ആണ്, അതിന്റെ താഴെ 0 ആണ്, അതിന്റെ താഴെ കിടന്നത് 2 ആണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ഉണ്ട്. ക്വസ്റ്റ്യൻ പറയുന്നത് ക്യൂവിന് ശേഷം പരീക്ഷ നടത്തേണ്ട കാര്യമില്ല. ഇത് ഏത് മുകളിൽ കിടക്കുന്ന സാധനം പറയുന്നത് എനിക്ക് ഇങ്ങനെ ഡയഗണൽ എന്ന് പറയാം. ഈ N മുതൽ ഇങ്ങനെ ഡയഗണൽ എനിക്ക് ഓരോന്നിങ്ങനെ ഇൻഫിനിറ്റി. അവിടെ വരുന്നത് ക്വസ്റ്റ്യൻ മാർക്ക്. തൊട്ടടുത്ത് വരുന്നത് എനിക്ക് തോന്നുന്നത് ആൻഡ്. അതിനടുത്ത വരുന്നത് എനിക്ക് തോന്നുന്നു പറയാം ആൻഡ് അതിനടുത്ത് വരുന്നത് എനിക്ക് തോന്നുന്നു 8 ഇനി അങ്ങനെ തന്നെ മേലേക്ക് 8ന് മേളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 8ന് അവിടെ വരുന്നത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എനിക്ക് ആശാണ് അല്ലേ? അല്ല, ഡോളർ. അതെനിക്ക് ഡോളറിന്റെ ആ സൈഡ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അതിന് മുകളിൽ വരുന്ന എനിക്ക് തോന്നുന്നത് 10 1. ഇനി പരീക്ഷിക്കാൻ ഞാനില്ല. അപ്പോൾ നമുക്ക് ഒന്ന് വിശദമായിട്ടൊന്ന് ഇരുന്ന് സംസാരിക്കണം. ഈ ഒരു അത്ഭുതം സത്യത്തിൽ എനിക്കും കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്ന കാര്യം, ഇത് പോയിട്ട് ഇതിൻ്റെ ഒരു ലൈന് കാണാതെ പഠിക്കാൻ നമ്മൾ സാധാരണക്കാർക്ക് പറ്റില്ല. 50 ലൈൻ, 50 അക്ഷരങ്ങൾ, അക്കങ്ങൾ, അതിൽ സ്പെഷ്യൽ ക്യാരക്ടറൊക്കെ ഒറ്റ നോട്ടത്തിന് കംപ്ലീറ്റ് ബൈഹാർട്ട് ചെയ്യുക. അത് എത്ര സമയം ചോദിച്ചാലും കിട്ടുക എന്ന് പറയുന്ന ഒരു അത്ഭുത സ്ഥിതി പോലെ തോന്നും. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. പ്രേക്ഷകർ മുമ്പത്തെ വീഡിയോയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്. ഇത് നിങ്ങളുടെ ജന്മനാ ഉള്ളൊരു സിദ്ധിയാണോ, അതല്ല ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ബോധപൂർവ്വം പരിശ്രമിച്ച് പഠിച്ചതാണോ? അതാണ് എനിക്കറിയേണ്ടത്.
സത്യത്തിൽ ഇതെന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ജന്മന ഇതുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. കാര്യം ഞാൻ 2004 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത്. 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന സമയത്ത് എനിക്ക് ഒരു ബോഡിക്ക് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി. ഞാൻ സ്കൂളിൽ പോകാൻ പറ്റാതായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റാന്ന് വെച്ചാൽ എനിക്ക് 2 സർജറി കഴിഞ്ഞു 10ാം ക്ലാസ് വെച്ചിട്ട് ചെറിയ. അപ്പോൾ അത് കാരണം എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കാതെയാണ് 10ാം ക്ലാസ് എഴുതിയത്. സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിൽ 2 വട്ടം മെഡിക്കൽ സെറ്റ് ഹാജരാക്കി. പിന്നെ അവസാന നാളുകളിൽ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, അദ്ദേഹം 10ലായിരുന്നു. അവർ നമ്മൾ ഒരുമിച്ചിരുന്നാണ് പഠിച്ചത്. അപ്പം എനിക്ക് 10ാം ക്ലാസ്സിൽ 400 മാർക്കേ ഉള്ളൂ. ഞാൻ പഴയ മാർക്ക് സിസ്റ്റം 600 പണ്ടത്തെ മാർക്ക് സിസ്റ്റം ഡിസ്റ്റിങ്ഷനും എന്നുവെച്ചാൽ മാർക്ക് സിസ്റ്റം ഏറ്റവും ലാസ്റ്റ് ബാച്ച്. +1 +2 ഞാൻ കൊമേഴ്സ് എടുത്തു. കാര്യം എൻ്റെ വീട്ടിൽ അറിയില്ല എന്തിന് പഠിപ്പിക്കണം എന്നുള്ളതൊന്നും വലിയ തെറ്റ്. കാര്യം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും നല്ലൊരു കറണ്ട് ഇല്ല. അപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങും. ഞാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് 12 മണിക്ക് 1 മണിക്ക് ഉറങ്ങുന്ന സമയത്ത് ഞാൻ 8 മണി 8:30 ആകുമ്പോഴേ കിടന്നുറങ്ങും. നേരെ രാവിലെയാണ് എണ്ണിക്കുന്നത്. പണ്ട് തൊട്ട് ഈ രാവിലെ ഉണ്ടെന്നൊരു ചിട്ടയുണ്ട്, 4 മണിക്ക് എണ്ണിക്കുക എന്നുള്ളത്. കാര്യം വീട്ടിലെല്ലാവരും 4 മണിക്ക് അമ്മയൊക്കെ എണ്ണിക്കും, നമ്മളും എണ്ണിക്കും. നമുക്ക് 8 മണിക്ക് ഉറങ്ങുന്നതുകൊണ്ട് നേരത്തെ എണ്ണിക്കാൻ പറ്റും. അപ്പോൾ അന്നൊന്നും ഈ കഴിവുണ്ടെന്നൊന്നും അറിയില്ല. 2009 കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി കോളേജിൽ. അത് നമ്മൾ ചെയ്യാത്തൊരു പ്രശ്നത്തിന് കോളേജിനെ ബാച്ച് ഔട്ട് ആയിരുന്നു. അതൊരു ചെറിയൊരു വിഷയമാണ്. അതിന് ഞാൻ ഇൻവോൾവ് അല്ല. പിന്നീട് അത് മനസ്സിലാക്കിയെങ്കിലും എനിക്ക് അന്നത്തെ സമയത്ത് എനിക്ക് തെളിയിക്കാൻ പറ്റിയില്ല. തെളിയിക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ എനിക്ക് എന്നെ അത് പുറത്താക്കിക്കൊണ്ട് ഞാൻ ബികോം ഞാൻ ദേവസ്വം ബോർഡ് കോളേജിൽ പഠിച്ചത്. ഫസ്റ്റ് ഇയറിൽ ബികോമിന് ഏറ്റവും കൂടുതൽ മാർക്കുള്ള 501 ഫസ്റ്റ് പ്രൈസ്. അത് മേടിച്ചാളെ. അന്നേരമൊക്കെ ഞാൻ ട്യൂഷൻ പഠിക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഞാൻ +1 +2 തൊട്ട് ഞാൻ ട്യൂഷൻ പഠിക്കുന്നുണ്ട് കുട്ടികളെ, കൊച്ചു കുട്ടികളെ പഠിക്കുന്നത്. രാവിലെ ട്യൂഷനാണ്, വൈകിട്ട് ട്യൂഷനാണ്. അപ്പോൾ ഈ കോളേജിൽ പോകുന്ന സമയത്ത് രാവിലെ വൈകിട്ടും ട്യൂഷനാണ്. അപ്പോൾ ഫസ്റ്റ് പീരീഡ് ലാസ്റ്റ് പീരീഡ് ഞാൻ കോളേജിൽ കയറത്തില്ല. അപ്പോൾ അറ്റൻഡൻസ് അങ്ങ് പോകും. പക്ഷേ സാറിന് പഠിക്കുന്നത് കൊണ്ടുണ്ടായിട്ട് നമുക്ക് ഈ സാറ് അറ്റൻഡൻസ് കിട്ട് തന്ന് പോയി. തേർഡ് ഇയർ സമയത്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. നമ്മൾ കൂട്ടത്തിലുള്ള കുറച്ച് പേരുടെ ഒരു ചെറിയൊരു കുസൃതി കാരണം നമ്മൾ പെട്ടുപോയി. പക്ഷെ ഞാൻ അത് ഇൻവോൾവ് അല്ല. അപ്പോൾ ആ സമയത്ത് ഡിഗ്രി പോയില്ലേ. ഇപ്പോൾ 2009 2010 കാലഘട്ടം എൻ്റെ ലൈഫിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാലഘട്ടം. കാര്യം ഡിഗ്രി പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ഒരു സൊല്യൂഷൻ PSC ടെസ്റ്റ് എഴുതാം. PSC ടെസ്റ്റ് എഴുതുന്ന സമയത്ത് ഒരുപാട് 10ാം ക്ലാസ് നിലവാരമുള്ള +2 നിലവാരമുള്ള പരീക്ഷ എഴുതാം. അങ്ങനെ ആദ്യം എഴുതിയ പരീക്ഷ ജയിൽ പഠനം. അത് കണ്ണൂരായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ദൈവത്തോടെ ഞാൻ നന്ദി പറയുന്നത്, ഞാൻ ആദ്യം എഴുതിയ ലിസ്റ്റിൽ തന്നെ ലിസ്റ്റ് വന്നെങ്കിലും ഫിസിക്കലി പാസ്സായില്ല. കണ്ണൂർ മങ്ങാട്ടുപറമ്പ് ഫിസിക്കലിൽ പോകുന്ന സമയത്ത് എനിക്ക് 20 വയസ്സ് പ്രായമുള്ളൂ. 18 വയസ്സിൽ അപ്ലൈ ചെയ്ത പരീക്ഷ. കാര്യം അന്ന് ഞാൻ ഈ 18 വയസ്സിൽ എന്ന് വെച്ചാൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തും PSC രജിസ്റ്റർ ചെയ്തു, അയച്ചു. അപ്പോൾ അന്ന് ഈ മാത്സിൻ്റെ ഇതുകൊണ്ടാണ് കിട്ടുന്നത്. പക്ഷേ ഞാൻ മാത്സ് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. ആ ടൈമിൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായി. ഞാനൊരു വീട്ടിലൊരു സെക്കൻഡ് ഹാൻഡ് സാധനം വാങ്ങിയിരുന്നു, എൻ്റെ ജ്യേഷ്ഠൻ. അത് പിന്നീട് അറിയാം അത് കട്ട മുതലാണ്. അത് വിറ്റ ആൾ കട്ടിട്ട് ഒരു കടയിൽ കൊടുത്ത് അണ്ണൻ അത് മേടിച്ചു. അപ്പോൾ കടക്കാരനെ പിടിച്ചപ്പം വിറ്റ ആളുടെ ലിസ്റ്റ് വന്നതിനകത്ത് എൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നു. പക്ഷെ അതും സത്യത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ അറിഞ്ഞിട്ടില്ല. അത് ഹാർഡ് ഡിസ്ക് ആയിരുന്നു കമ്പ്യൂട്ടറിന്. എൻ്റെ ജ്യേഷ്ഠൻ ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പം പോലീസുകാർ വന്നപ്പോൾ എന്നെ പിടിച്ചുകൊണ്ടുപോയി. ഈ 2 ഡിപ്രഷൻ. അന്ന് ഞാൻ വിഷയമില്ല, നമുക്ക് ഈ സാധനം കൊടുത്തപ്പോൾ ഇറങ്ങാൻ പറ്റിയെങ്കിലും അന്ന് നമ്മളെ ചുറ്റുപാടൊക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായ ഒരു നെഗറ്റീവ് ഉണ്ടായി. ഈ ഒരു ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഇതിനെന്താണ് സൊല്യൂഷൻ. അങ്ങനെയാണ് ഞാൻ ഒരു സാറിൽ നിന്നും ഞാൻ മെഡിറ്റേഷൻ മനസ്സിലാക്കുന്നത്. മെഡിറ്റേഷനെ കുറിച്ച് 20 വയസ്സിന് ശേഷമാണ് ഞാൻ 2010 ഡിഗ്രി കഴിഞ്ഞു. 2010 സെപ്റ്റംബർ മാസം 2-ാം തീയതിക്ക് മുന്നും 2-ാം തീയതി ശേഷവും വ്യത്യസ്തമാണ്. രണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് വരുന്നത്. അതായത് പിന്നെ മെഡിറ്റേഷൻ എന്നുള്ള ഒരു സംഗതി പഠിച്ചപ്പോഴാണ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ, പ്രാണായാമ, യോഗ, അഷ്ടാംഗ യോഗ സത്യം പറഞ്ഞാൽ ഇതൊരു റിവീൽ ചെയ്യാത്തൊരു കാര്യമാണ്. ഞാനൊരു ബസ് യാത്രക്കിടക്ക് ഞാൻ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. എന്നെ ഒരാള് സത്യത്തിൽ ഇത് ഒറിജിനൽ കഥയാണ്. ഞാനിതിപ്പോൾ പറയുമ്പോൾ തന്നെ ചോദിച്ചോണ്ട് പറയാണ്. ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. അത് എവിടെ റിവീൽ ചെയ്തിട്ട് വളരെ അപൂർവമായിട്ട് ഞാൻ പറയുന്ന സാധനം എന്ന് വെച്ചാൽ ഞാൻ അത് അധികം ആരും വിശ്വസിക്കില്ല. അങ്ങനത്തെ കഥയാണ്. അത് എന്ന് വെച്ചാൽ ഒരാൾ എന്നെ വഴിക്ക് വെച്ച് കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് നന്നായിട്ട് മാത്സ് പഠിക്കാൻ പറ്റും. ഈ ഡിപ്രഷൻ ചെയ്യുന്ന സമയത്തിൽ എന്നും രാവിലെ 8 മണി രാത്രി എങ്ങനെ ഡിഗ്രി പാസ്സാവും? ഞാൻ മലയാളം എങ്ങനെ പഠിക്കും? കാര്യം അത് ട്രോമയായി. എങ്ങനെ പാസ്സാവും ദൈവമേ? ഇദ്ദേഹം പറഞ്ഞു, നിനക്ക് നന്നായിട്ട് മാത്സ് പഠിക്കാൻ കഴിവുണ്ട്, നിനക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പഠിപ്പിച്ചു തരാമെന്ന് പറയുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് അത് മെന്ററാണെന്ന്. അപ്പം ഞാൻ വിട്ട്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അന്ന് 1100 ഫോണായിരിക്കുന്നത്. 2010 കാലഘട്ടത്തിലെ സമയം. 2010 ഏകദേശം ഒരു ഏപ്രിൽ ഓഗസ്റ്റ് ഓണ സമയത്തിന് ശേഷമാണ്. കാര്യം അന്ന് ഞാനൊരു ഈ അക്കാഡമിക്കായിട്ട് പോയല്ലോ. അപ്പോൾ PSCക്ക് നിൽക്കുന്ന സമയത്ത് എനിക്ക് വരുമാന മാർഗത്തിനുണ്ട്. ഞാനൊരു
സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടന്റ് ആയിട്ട് കയറി. അതും ചെയ്തതിനടുത്ത് അക്കൗണ്ടന്റ് കയറി 15 ദിവസം അദ്ദേഹത്തിന്റെ ടോർച്ചർ സഹിക്കാൻ പറ്റും ഞാൻ അത് കളഞ്ഞു. ആ സമയം കളഞ്ഞ് നിൽക്കുന്ന സമയമാണ്. പിന്നെ നമ്മള് ഒരു ബേക്കറി ഉണ്ട് നമ്മുടെ വീട്ടിൽ എവറസ്റ്റ് എന്ന് പറഞ്ഞു. ആ ബേക്കറിയിൽ പാക്കിങ്ങിന് വിട്ടുണ്ടേ രാത്രി. എല്ലാ ജോലിയുണ്ട്. പിന്നെ ഞായറാഴ്ചകളിൽ കാറ്ററിംഗും പോകും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ലൈഫ് സ്റ്റൈൽ. സാമ്പത്തികം കണ്ടെത്തണം. അതുകൊണ്ട് ട്യൂഷൻ കൊച്ചുപിള്ളേർക്കാണ്, 7ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കുള്ള ട്യൂഷനാണ്. അത് പിന്നെ വീടുകളിൽ ട്യൂഷനുണ്ട്. ഇതെല്ലാം പോയി മറ്റേ വിഷയം വന്നപ്പോൾ പിന്നെ തിരിച്ചു പിടിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ കാണും. ഇദ്ദേഹം എടുത്ത് പറഞ്ഞു, നീ വന്ന് നിനക്ക് കുറച്ച് ആൾ പറഞ്ഞു തരാം. ചോദിക്കാം, ഇങ്ങനെ കണ്ടു എന്ന് പറയുന്ന ആള് ആരാ? ഋഷി മുനി അല്ല, അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്റെ നമ്പർ മേടിച്ചിട്ട് എനിക്ക് കോൾ ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്ത് സേവ് ചെയ്യാനൊന്നും പോയില്ല. അപ്പം എന്റെ ഫോൺ എന്ന് പറഞ്ഞാൽ 1100 പറയാം. അദ്ദേഹത്തിന്റെ ഫോൺ ഏകദേശം അതുപോലെ ഫോൺ. അന്ന് ഈ പറഞ്ഞ ആൻഡ്രോയിഡ് ഫോണൊന്നും അത്രയും ഉണ്ടെങ്കിലും പക്ഷെ നമുക്കൊന്നും അവൈലബിൾ കിട്ടുന്ന രീതിയിലില്ല. അന്ന് എനിക്ക് തോന്നുന്നു നോക്കിയുടെ സെറ്റിനൊക്കെ നല്ല റേറ്റാണ്. അപ്പൊ ഇദ്ദേഹം വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്തൊന്നുമില്ല. എന്റെ നമ്പരും പോയി. കാര്യം അവസാനം 5 നമ്പറെ എപ്പോഴും അത് കാണത്തുള്ളൂ വിളിക്കുന്നത്. ബാക്കിയെല്ലാം അപ്പഴേ ഡിലീറ്റ് ആയി പോകും. അപ്പൊ ഇദ്ദേഹം ഒരു ദിവസം തന്നെ ഞാൻ വിളിക്കാൻ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, എന്താ വരാത്ത വീട് പറഞ്ഞു തന്നു. ഞാൻ അത് പോകാൻ തീരുമാനിച്ചു. വേദിക് മാത്സിനെ കുറിച്ചും വേദഗ്രന്ഥങ്ങളെ കുറിച്ചും പഴയ കാലഘട്ടത്തിലെ പരിശീലന രീതികളെ കുറിച്ചും പുള്ളി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, കേട്ടിട്ട് രസമുണ്ട്. മെഡിറ്റേഷൻ ചെയ്താൽ നിന്റെ ഡിപ്രഷൻ കുറയും, യോഗ ചെയ്താൽ നിനക്ക് ബ്രെയിൻ പവർ ഇൻക്രീസ് ചെയ്യും, നിനക്ക് ഒരുപാട് മാറ്റമാണ്, നിനക്കിത് മറ്റുള്ള കുട്ടികൾ കൊടുക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം എനിക്കൊരു 3 പുസ്തകം തന്നു. അത് 3 സംസ്കൃതമായിരുന്നു. സംസ്കൃതം അറിയില്ല. അപ്പൊ ഞാൻ ആ ബുക്ക് കൊണ്ട് വാങ്ങിയില്ല. പകരം അദ്ദേഹം എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. അദ്ദേഹം എനിക്ക് വേദിക് മാത്സിന്റെ ബാലപാഠഭാഗങ്ങളെല്ലാം പറഞ്ഞു തന്നു. വേദിക് സ്ട്രക്ചർ വേണമെന്ന് അദ്ദേഹമാണ് എനിക്ക് അഷ്ടാംഗ യോഗ എന്നും പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. അതിനുശേഷമാണ് വിവേകാനന്ദൻ ചരിത്രമൊക്കെ വായിക്കുന്നത്. വിവേകാനന്ദൻ ഏകദേശം ഇതാണ് ഫോട്ടോഗ്രാഫി മെമ്മറി ചെയ്തിട്ടുള്ള ആളാണ്, വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ആഗ്രഹം, ഇത് ചെയ്ത് എനിക്ക് കിട്ടുമോ? എന്റെ തോട്ടതാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് നിനക്ക് പറ്റും, നീ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹം പറഞ്ഞ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി രാവിലെ. അപ്പൊ അതിലൊരു ചിട്ടയുണ്ട്. ആ ചിട്ട എന്ന് പറഞ്ഞാൽ നല്ല അധ്വാനമാണ്. കാര്യം ഇതിപ്പോ നേടാൻ വേണ്ടി ഒരുപാട് എന്നെ സമീപിക്കുന്നുണ്ട്, എന്നോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ റിവീൽ ചെയ്യാത്തെന്ന് അറിയാം. ഇത് റിവീൽ ചെയ്യണം ആഗ്രഹമില്ലാത്തോണ്ടല്ല, ഇത് ചെയ്യുന്ന രീതി അദ്ദേഹത്തെ കിട്ടിയത് എനിക്ക്. പക്ഷെ ഞാൻ അദ്ദേഹത്തിനടുത്ത് സെക്ഷനിൽ ഇരുന്നതിന് ശേഷം അദ്ദേഹത്തെ കാണാൻ പോയി. ഞാൻ ഇത് ചെയ്തു തുടങ്ങി. ചെയ്ത് കുറച്ച് ദിവസം ഇങ്ങനെ ഏകദേശം കുറച്ച് ദിവസം ഇങ്ങനെ 2010 സെപ്റ്റംബർ മാസം 2-ാം തീയതി രാവിലെ 11:30. ഈ സമയം ഒരിക്കലും മറക്കത്തില്ല. എന്ന് വെച്ചാൽ ആ ദിവസം എന്റെ സ്ഥലം കുണ്ട്ര എളമ്പുള്ളൂര്, അവിടെ ഒരു ദേവീക്ഷേത്രം ഉണ്ട്. ഞാൻ സ്ഥിരം അമ്പലത്തിൽ പോകുന്നൊരു ആളാണ്. എന്റെ വാട്സാപ്പിലെ DP-യും ആ അമ്മ ആ ഒരു ഭഗവതിയുടെ ഫോട്ടോ ഇട്ടേക്കുന്നത്. അപ്പം ഈ എളമ്പുള്ള ദേവീക്ഷേത്രത്തിൽ പോയ സമയത്ത് അന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അന്നൊരു വേണൂസ് എന്നൊരു സ്ഥാപനത്തിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ കല്യാണ ദിവസം ക്ലാസ് എടുക്കാൻ പോകണം. ഇദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണ് ഇത് ഞാൻ ഒരിക്കലും റിവീൽ ചെയ്യില്ല. എന്നെങ്കിലും ഞാൻ ഒരു മേഖലയിൽ എത്തുമ്പോൾ ഇത് കുട്ടികൾക്ക് എത്തിക്കാൻ ആകാറാകുമ്പോൾ ഇത് പുറത്തുവിടാൻ വെച്ചൊരു കഥയത്. ഇത് റീചാർജ് കൂപ്പുണ്ട് കഥയൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ സോഴ്സ് ഇല്ലേ, എനിക്ക് ഏറ്റവും വലിയ വിഷമം നടന്നത് എനിക്ക് തന്നെ 3 പുസ്തകമില്ല, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയില്ല. അദ്ദേഹത്തിന്റെ അറിവിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ് ഇത്തരം കഴിവുകൾ. അതെല്ലാം പാരമ്പര്യ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ബുക്കുകളിലുണ്ട്. പക്ഷെ ആ ബുക്കുകൾ പിന്നെ അത് വാങ്ങാൻ പോയി അദ്ദേഹത്തെ കാണാൻ. അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടില്ല. വീട്ടിൽ പോയിട്ടില്ലേ? ഇല്ല. ആ വീട് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് പൊളിഞ്ഞടക്കുക. അദ്ദേഹം എവിടെ പോയിന്നോ ആ ബുക്ക് എവിടെ എനിക്കറിയില്ല. അദ്ദേഹമാണ് ഞാൻ എന്റെ ഗുരുവായിട്ടിനെ കണ്ടത്. അദ്ദേഹം ഒന്നെങ്കിൽ അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം പറഞ്ഞത് സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഞാനത് റിവീൽ ചെയ്യുന്നില്ല. പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടെ ഞാൻ പോയി. അവിടെ അങ്ങനെ ഒരാളില്ല. അപ്പൊ ഇത് നമുക്ക് പുറത്ത് പറയുമ്പോൾ വിശ്വസനീയമല്ല. 2, ഞാൻ ഈ ചെയ്യുന്ന കാര്യം പോലും ആളുകൾക്ക് എന്തല്ല ആദ്യമേ വിശ്വസനീയമല്ല. അതൊക്കെ പറഞ്ഞ് നേരിട്ട് അനുഭവിക്കുമ്പോൾ മാത്രമേ. അപ്പൊ ഞാനിത് എന്റെ മനസ്സിൽ വന്നെന്താ അറിയാം, ഞാൻ ഈ 2010 സെപ്റ്റംബർ മാസം 2-ാം തീയതി ഈ അമ്പലത്തിൽ കല്യാണമില്ല. ആ കുട്ടി എന്ന് പറഞ്ഞ അവിടുത്തെ നമ്മളുടെ ആ വേണു സ്ഥാപനത്തിലെ ഈ ക്ലർക്കാ. ഈ കൊച്ചിന് കല്യാണം ആയതുകൊണ്ട് അവിടെ നിന്ന് ക്ലാസ് ഇല്ല. അന്ന് വാഹനക്കൂലി 10 രൂപയുള്ളൂ. 5 രൂപ അങ്ങോട്ട് 5 രൂപ ഇങ്ങോട്ട്. എന്റെ ആകെ 10 രൂപയുണ്ട്. 2010 കഥയാ പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നി അങ്ങോട്ട് പോകണമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അപ്പം ക്ലാസ് ഇല്ലെങ്കിൽ ഒരു 5 രൂപ പോലുള്ള സ്ഥലമാണ്, 1 കിലോമീറ്റർ നടന്നു പോയാൽ അവിടെ ചെല്ലാം. ഉച്ചയ്ക്ക് വെയിലല്ലേ. അപ്പൊ ഞാൻ വെച്ച് ക്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്റെ പൈസ പോകും. നമുക്ക് ഫോൺ എടുത്ത് വിളിക്കാൻ പറഞ്ഞ് ഫോൺ എടുത്തപ്പോൾ ഫോണിൽ പൈസ ഇല്ല. അങ്ങനെയാണ് ഞാൻ ആലോചിച്ചു, ഒന്നെങ്കിൽ എന്റെ 10 രൂപ കൊടുത്ത് കൂപ്പൺ മേടിച്ചിട്ട് ഞാൻ എന്താണ് ചാർജ് ചെയ്യണം. എന്റെ വീട്ടുകാർക്ക് കൂടി കഥ അറിയില്ല കേട്ടോ, ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല. അപ്പം ഫോൺ എടുത്തപ്പോൾ 10 രൂപ റീചാർജ് ചെയ്യാൻ കയറിയപ്പോൾ 10 രൂപ പോയാൽ എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആകെ കൺഫ്യൂഷനാണ്. ഒന്നെങ്കിൽ ഫോൺ എടുത്ത് വിളിച്ചിട്ട് ചോദിക്കണം, സാർ ക്ലാസ് ഉണ്ടോ, സാർ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ പൈസ ഇല്ല. ഇനി പോയാലോ ക്ലാസ് ഇല്ലെങ്കിൽ അത്രയും. അപ്പൊ ഞാൻ വിചാരിച്ചത് അന്ന് ഈ കോയിൻ ബൂത്ത് ഉണ്ടോ, 1 രൂപ കോയിൻ വിളിക്കുന്നത്. ഞാൻ ഒരു കടയിൽ കയറി കോയിൻ മേടിച്ച് സമയത്ത് എനിക്ക് പെട്ടെന്നൊരു തോട്ട് വന്ന്
ഒരു ലേഡി അവിടെ നിന്ന് കാർഡ് ചുരണ്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആ കാർഡ് എൻ്റെ സിമ്മ് തന്നെയാണെങ്കിൽ, അപ്പം ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഓരോ റീചാർജ് കൂപ്പണിലെ അക്കങ്ങൾ എണ്ണമുണ്ട്. അപ്പം 16 അക്കമാണ് എയർടെലിൻ്റെ, 12 എണ്ണമാണ് BSNL, അല്ല 14 എണ്ണം BSNL, 12 എണ്ണം ഐഡിയ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കാർഡാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനപ്പം ജസ്റ്റ് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു. പഠിച്ചിട്ട് അവിടെ നിന്ന് അടിച്ചാൽ അവർ മനസ്സിലാവില്ല. അത് പഠിക്കാൻ പറ്റുമോ നോക്കി. അതിലും എടുത്ത് ഈ അദ്ദേഹം പറഞ്ഞ പ്രോസസ്സ് ഞാൻ പറയാം. ആ പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോയതിനു ശേഷമാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക് അറിയാതെ എന്നെ ആ ട്രാക്കിൽ എത്തിക്കുക. നിങ്ങൾ ഇനി ശ്രമിച്ചു നോക്കൂ എന്നാളായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ആ റീചാർജ് കൂപ്പണാണ് എന്റെ ചിന്തകൾ എല്ലാം മാറ്റിയത്. അതിൽ നോക്കിയിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ എന്റെ കോഡ് അടിച്ചിട്ട് 16 സക്സസ്ഫുള്ളി റീചാർജ്. അന്ന് എന്ന് വെച്ചാൽ കോയിൻ റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ റീചാർജ് ചെയ്തു. ഞാൻ റീചാർജ് ചെയ്തപ്പോൾ എനിക്ക് സക്സസ്ഫുള്ളി. നോർമലി നമ്മൾ ചുമ്മാ നമ്പർ അടിച്ച് നോക്കാറുണ്ട്. അപ്പൊ ഇൻവാലിഡ് റീചാർജ് കാണിക്കാറുണ്ട്. ഇത് സക്സസ്ഫുൾ റീചാർജ് എന്ന് പറഞ്ഞ് പൈസ വന്നു. അപ്പൊ ഞാൻ നോക്കി എന്റെ പൊന്നെ ദേ ചാർജ് ആയി. ഞാൻ അവരെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവർ ആ കടയിലെ അവരോട്ട് പരിചയമുണ്ടായിട്ട് അവർ സംസാരിച്ചോണ്ടിരിക്കുക. ഞാനിത് നേരെ സാറിനെ വിളിച്ചു. സാർ ക്ലാസ് ഉണ്ടോ? ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിരിച്ചു. ക്ലാസ്സും കിട്ടി. ക്ലാസ്സിൽ പോയ സമയത്ത് സാറിനോട് കാര്യം പറഞ്ഞു. അവിടെ ഒരു സ്റ്റാഫ് ഒരു പയ്യനുണ്ടായിരുന്നു, ഹരി എന്ന പേര്. അവരോട് പറഞ്ഞു BSNL അവൻ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ ആ 16 അക്ക നമ്പർ പിടിച്ചു. അപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞാ എനിക്കൊരു മാജിക് അറിയാം, നീ വാ എന്തോന്ന് വെച്ചു, നിനക്ക് ഫോൺ ചാർജ് ചെയ്യണോ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ ഇത്. ഞാൻ അവനെ വിളിച്ചോണ്ട് വിട്ടിടാ നിനക്ക് ഫോൺ എടുക്കാൻ പറയും. എന്നിട്ട് ഞാൻ അടുത്ത ആരെങ്കിലും മൊബൈൽ കടയിൽ കുറച്ചേരം വെയിറ്റ് ചെയ്താൽ ആരെങ്കിലും അത് കാർഡ് മേടിക്കും. കാർഡ് മേടിച്ച ഈ കോയിൻ ഇട്ടാ ചുരണ്ടുന്നത്. ഇത് തിരിച്ചറിയാൻ പറ്റിയൊരു നിമിഷമാണ് ആ ദിവസം. അത് ചാർജായി. ചാർജായപ്പോ പിന്നെ മനസ്സിലായി എന്താ, ഇത് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടത്തില്ലല്ലോ. അപ്പൊ അവര് കസ്റ്റമർ കെയർ വിളിക്കും. അപ്പൊ അവര് വിളിക്കുമ്പോൾ അവരുടെ നമ്പറല്ല പറഞ്ഞു കൊടുക്കുന്നത്, എന്റെ നമ്പറിലാണ് അവർക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ നിർത്തിയിട്ട് ഞാനിത് പെട്ടെന്ന് ഓർത്തില്ല അദ്ദേഹത്തെ കാണണം. ഞാൻ അതനുസരിച്ച് വീട്ടിൽ വന്നൊരു ബുക്ക് എടുത്ത് നോക്കുമ്പോഴല്ലേ ഞാൻ ചിന്തിക്കുന്ന രീതി നോക്കുന്ന രീതിയിലേക്ക് വ്യത്യാസമുണ്ട്. പിന്നെ വളരെ മെഡിറ്റേറ്റ് ആയിട്ടാണ് ബുക്ക് നോക്കുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് ചുറ്റുമുള്ള ഒരു സാധനത്തെ കുറിച്ചും ഇല്ല, ഒരു സൗണ്ട് കേൾക്കത്തില്ല, വളരെ വേറൊരു മൈൻഡിലായി നോക്കുന്നത്. ബുക്ക് എടുത്തപ്പോൾ നല്ല സ്പീഡിൽ വായിക്കാൻ പറ്റും. അങ്ങനെ ആയപ്പോണ്ടല്ലോ ഞാൻ ഹാപ്പിയായി. കൊള്ളാം, ഞാൻ PSCക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. അന്ന് ഡിഗ്രി അത് ഞാൻ 2011 ഡിഗ്രി ഞാൻ എഴുതിയെടുത്തു. അത് ഇയർ ഔട്ടായി, വിഷയമൊന്നുമില്ലായിരുന്നു. പ്രത്യേക ഓർഡർ എടുത്തിട്ടൊക്കെ എടുത്തത് വൈസ് ചാൻസലർ എന്നൊക്കെ. DV കോളേജിൽ എഴുതിയെടുത്ത് BCom ആയിരുന്നു, പാസ്സായി. അപ്പോൾ എനിക്ക് PSCയിൽ എഴുതിയെടുത്ത സമയത്ത് എനിക്ക് പെട്ടെന്ന് നടന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. റാങ്ക് ഫയർ ഒക്കെ വായിച്ച് തീർക്കുക, വളരെ സിമ്പിൾ. അപ്പോൾ പഠിക്കുന്നതിനുള്ളൊരു ക്രേസ് കൂടി. പെട്ടെന്ന് ഇദ്ദേഹത്തെ കാണുന്ന ആഗ്രഹം വെച്ച് പോയപ്പോഴാണ് ആളില്ല അവിടെ. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇദ്ദേഹത്തെ തപ്പി ഞാൻ കുറെ സ്ഥലങ്ങളിൽ പോയി. അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു HOD ആണെന്നാണ് പറഞ്ഞത്. ഞാനവിടെ പോയിട്ട് അവിടെ ഒന്നും ഇല്ല. ആള് പേര് ഫേക്ക് ആയിരിക്കാം. ഒന്നെങ്കിൽ പേര് എനിക്ക് എന്നോട് പറഞ്ഞ പേര് സെയിം ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഞാൻ അറിയേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. ചിലപ്പോൾ അദ്ദേഹം എന്തായാലും എങ്ങാനും ഇദ്ദേഹത്തിന് ഈ വീഡിയോന് ശേഷം കാണുന്നുണ്ടെങ്കിൽ പുള്ളി ബന്ധപ്പെടുമായിരിക്കും. തീർച്ചയായിട്ടും ഞാനൊരു ചാനലിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇത് പറഞ്ഞാൽ ആളുകൾ ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വസിക്കാവുന്ന രീതിയിൽ തന്നെ കേട്ടോ കാര്യങ്ങൾ. അങ്ങനെ വിശ്വസിക്കാത്ത കാര്യം നല്ലത്. കാര്യം ഇതിന് ശേഷം എന്താ വെച്ചറിയാം, ഞാൻ ഇത് കുട്ടികൾക്ക് കൂടെ തീരുമാനിച്ച് ഇത് ആദ്യം അറിയുന്നത് നമ്പർ മെമ്മറൈസ് ചെയ്യുന്നതാണ്. അപ്പോഴും എന്റെ മനസ്സിൽ നിന്നത് എനിക്ക് നമ്പർ മെമ്മറൈസ് ചെയ്യാൻ പറ്റും. പിന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, ആ സമയങ്ങളിൽ പത്രങ്ങളിലേക്ക് വാർത്ത വന്ന് എന്റെ IQ ടെസ്റ്റ് ചെയ്ത് എന്റെ ഡെർമറ്റോഗ്ലിക്സ് ഒരു ശാഖയുണ്ട്, ഒരു ശ്രീനിവാസൻ സാർ, അദ്ദേഹത്തിന്റെ ഡെർമറ്റോഗ്ലിക്സ് ഒരു ശാഖ വഴി എന്റെ ബ്രെയിൻ ചെക്ക് ചെയ്തു. അതിന്റെ റിപ്പോർട്ട് എങ്ങനെയുണ്ട്, നാർക്കോ ചെയ്ത് കുറെ ടെസ്റ്റുകൾ നടത്തി. അപ്പൊ ഞാൻ ടെസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് IQ കൂടുതലാണ്, 187 ആണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഹൈ IQ എനിക്കായിരുന്നു. ഒരു PSCയുടെ കറണ്ട് അഫയേഴ്സിലേക്ക് നമ്മൾ ചോദ്യമായിട്ടൊക്കെ വന്നു. അപ്പൊ എനിക്ക് പഠിക്കുമ്പോൾ ഞാൻ എന്റെ ക്വസ്റ്റ്യൻ പഠിക്കും അന്നത്തെ സമയം. ഇപ്പൊ എനിക്ക് അറിയത്തില്ല ഏറ്റവും കൂടുതൽ IQ വരാണ്. പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തത് മറ്റൊരു സൈക്കോളജിസ്റ്റ് അടുത്ത് പോയാണ് ചെക്ക് ചെയ്യുന്നത്. ഈ മെൻസ പോലെ അന്ന് മെൻസയൊന്നും അത്ര ഇതല്ല. ഇപ്പോഴാണ് മെൻസ എന്നൊരു വേഗം വന്നത്. പിന്നെ ഞാൻ ഇത് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ സ്കില്ലുകളെ കുറിച്ച് മനസ്സിലായി. പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് മനസ്സിലാൻ തുടങ്ങി. അന്ന് 2011 കാലഘട്ടത്തിലൊക്കെ ഈ മെമ്പറൈസ് ചെയ്യാൻ പറ്റി. ഞാൻ വേദിക്ക് മനസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് 16 അക്ക നമ്പറുകൾ 2 തമ്മിൽ മൾട്ടിപ്ലൈ 16 അക്ക നമ്പറുകൾ 2 മൾട്ടിപ്ലൈ ചെയ്യാൻ 16 അക്കം മൾട്ടിപ്ലൈ ചെയ്യുന്ന പാട്. അത് നമ്മൾ കുട്ടികളെ ഒരു 6, 7, 8 നല്ല ബ്രില്യൻ്റ് കുട്ടികൾക്ക് 10 ഒക്കെ നമുക്ക് പറ്റും. 16 വരെ പഠിപ്പിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ട്. ഞാൻ 6 എണ്ണം വരെ ഏത് കുട്ടിയും പഠിപ്പിക്കും. 2 6 അക്കം നമ്പറല്ലേ കുട്ടികൾ ഈസി ആയിട്ട് ഒറ്റ ലൈനിൽ മൾട്ടിപ്ലൈ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഒരു പുതിയ തലമുറ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് വല്ല പ്ലാനുണ്ടോ? നമുക്കൊരു IQ ഒരു സോഫ്റ്റ്വെയർ ഞാനത് ക്രിയേറ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ 2010 തൊട്ടുള്ള തോട്ട ഞാൻ കഴിഞ്ഞ 10-13 വർഷത്തായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ കുറെ കുട്ടികളെ ട്രെയിൻ ചെയ്തു. അവരിൽ ഞാൻ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് സിസ്റ്റം കൊടുത്തിട്ട് ഞാൻ അവരെ ട്രെയിൻ ചെയ്ത സമയത്ത് അവരിൽ കുറെ മാറ്റം ഉണ്ടായി. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇത് കുട്ടികളെ എത്തിക്കണം. അപ്പൊ ഇതിന് വേണ്ടുന്ന കുറെ പഠനങ്ങൾ എനിക്ക് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തു പോയി. എന്തൊക്കെ വായിക്കണം, എങ്ങനെ കൊടുക്കണം, അതായിരുന്നു കുറെ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കൊറോണ സമയം അപ്പോഴേക്കും സെറ്റ് ആയതായിരുന്നു.
ആ സമയത്ത് കൊറോണ വന്നു. അല്ലെങ്കിൽ ഇത് ഐക്യൂഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റ് ഉണ്ട് ഐക്യൂഡ് എന്ന് പറഞ്ഞ്, അതിനകത്ത് ഇപ്പൊ ഈ വർഷത്തോടെ നമ്മൾ കുട്ടികൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാന കോഴ്സായിട്ട് കൊടുക്കും എന്ന് വെച്ചാൽ ഇതിനൊരു 2 രീതിയിലാണ് കൊടുക്കുന്നത്. ഒന്ന് ലേണിംഗ് സിസ്റ്റം ഉണ്ട്, നമ്മൾ ഇതിലൂടെ എങ്ങനെ കടന്നു വരുന്നത്, അതൊരു ടീച്ചറിന്റെ സഹായത്തോടെ കുട്ടികൾ ക്ലാസ് എടുക്കണം. ഒരു ടീച്ചർ വന്നതിന് ശേഷം ഇപ്പം സാറിന്റെ മോന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടീച്ചറുണ്ട്, എന്റെ സിസ്റ്റം ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ടീച്ചറിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചർമാരുണ്ട്. അപ്പൊ ടീച്ചറിനെ നമ്മൾ ജിമ്മിന് പോകത്തില്ലേ, നമ്മൾ ബോഡി ബിൽഡിംഗ്, അതുപോലെ നമ്മളുടെ കൊഗ്നേറ്റീവ് എബിലിറ്റീസും നമ്മളുടെ ഐക്യു, മാത്സ് സ്കില്ല് ഇതെല്ലാം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ് ഈ ഐക്യൂഡ്. അതായത് നമ്മളുടെ ഐക്യു വർദ്ധിക്കും, മാത്സിന്റെ സ്കില്ല് കൂടും, പുതിയ പുതിയ ലാംഗ്വേജസോ പുതിയ പുതിയ കാര്യങ്ങളോ പഠിക്കാൻ വളരെ നിഷ്പ്രയാസം പഠിക്കാൻ പറ്റും. നമ്മളിപ്പം പഠിക്കുന്ന കുട്ടികളില്ലേ, കാണാതെ പഠിക്കുമല്ലേ, അതിലുപരിയായിട്ട് ഇവർക്ക് ഏത് സമയത്തും എന്ത് ചെയ്യാൻ പറ്റും, ഈ പഠിക്കാത്ത സാധനങ്ങൾ പോലും എന്ത് ചെയ്യാം, ഇവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. മനസ്സിലായില്ല, പഠിക്കാത്ത സാധനം. ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു ടീച്ചറിന്റെ സഹായത്തോടെ പഠിച്ച ഒരു ചാപ്റ്റർ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു, നമ്മൾ വീട്ടിൽ വായിക്കുന്നു, നമുക്ക് സ്വന്തമായിട്ട് ഇതെല്ലാം പഠിക്കാൻ പറ്റും. അതിനുള്ള എക്സാം, അതിനുള്ള ചിന്ത പഠിക്കാൻ പറ്റും. പിന്നെ എക്സാം പറയാം, ഇപ്പൊ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 5ൽ പഠിക്കുന്ന കുട്ടി, 10ൽ പഠിക്കുന്ന കുട്ടിക്ക് കുറെ സിലബസ് ഇവിടെ ആരോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും SCRT അല്ലെങ്കിൽ NCRT വെച്ചിട്ടുണ്ട്. നമുക്കറിയാം NCRTയിൽ +2 ഉണ്ട്, 10ാം ക്ലാസ്സിലുണ്ട്. +2 എന്ത് ഈ നമ്മളെ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ഒക്കെ +2 പഠിക്കുന്നു. ട്രിഗണോമെട്രിയുടെ ബേസ് 10ൽ പഠിക്കുന്നു. മാത്സ് ആകുമ്പോൾ ഫിസിക്സിലൊക്കെ നമ്മൾ ജഡത്വം അല്ലെങ്കിൽ ചലന നിയമമൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്. ഹിന്ദി പോട്ട്, ഹിന്ദി ഞാൻ പഠിച്ചത് 5ാം ക്ലാസ്സിലാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, എന്റെ മകൻ LKG പഠിക്കുന്നത്. അപ്പൊ ഈ സിലബസ് ആരായി നിയന്ത്രിച്ചത്? എല്ലാ കുട്ടികൾക്കും നമ്മൾ എല്ലാ കുട്ടികൾക്കും നല്ല ടാലന്റ് ഉണ്ട്. നമ്മൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. ഇപ്പൊ എന്റെ മോൻ രാവിലെ ഓരോ ദിവസം കാര്യങ്ങളുണ്ട്, അവൻ അത് എടുത്തുകൊണ്ട് പോകുന്നത് പഠിക്കുന്നത്. എക്സ്ട്രാ എന്ത് പഠിക്കാം, എക്സ്ട്രാ എന്ത് വായിക്കാം എന്നുള്ളൊരു തോട്ട് ഒരു രക്ഷകർത്താക്കളും കൊടുക്കുന്നില്ല കുട്ടികളില്ല. നമുക്കിപ്പം ഇവിടെ ഒന്നും 10ാം ക്ലാസ് ഒന്നും 15, ഇപ്പൊ 6 വയസ്സുള്ള ഒരാൾ 1ാം ക്ലാസ് ജോയിൻ ചെയ്യണമെന്നാണ് നിയമം. 15 വയസ്സുള്ള കുട്ടി 10ാം ക്ലാസ് ആകുമ്പോൾ എഴുതും അല്ലേ? ഏറ്റവും വലിയ വിഷമം എന്താ അറിയോ, ഈ 15 വർഷം പഠിച്ചിട്ട് കുട്ടികൾ പഠിച്ചിട്ട് എൻട്രൻസ് എഴുതുമ്പോഴേ വീണ്ടും റിപ്പീറ്റിന് വരും. റിപ്പീറ്റിന് പോയിട്ട് വീണ്ടും വന്നു. ചില കുട്ടികൾ റിപ്പീറ്റിനോട് കിട്ടാത്തവരുണ്ട്. അല്ലാതെ റിപ്പീറ്റ് മാത്രമല്ല, 8ാം ക്ലാസ് മുതലേ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ കോഴ്സിന് പോയിട്ടും റിപ്പീറ്റ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ തുടങ്ങി. എവിടെയാണ് കുട്ടികൾക്ക് പ്രശ്നം, അതിന്റെ സൊല്യൂഷൻ കിട്ടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്റെ വനംവകുപ്പിലാണ് ജോലി, അവിടെ നിന്ന് ലീവ് എടുത്ത് 5 വർഷം വനംവകുപ്പ് കിട്ടിയായിരുന്നു. വനംവകുപ്പിൽ നിന്ന് ലീവ് എടുത്തപ്പം ഒരുപാട് ജോലി കിട്ടിയതാണ്. വനംവകുപ്പിൽ പോയത് എന്തിനാന്ന് വെച്ചാൽ വനംവകുപ്പിൽ ഇരുന്ന സമയത്ത് എനിക്ക് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യകാലങ്ങളിൽ പെരിയാർ ടൈഗർ റിസർവിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പൊ അവിടെ വനത്തിനകത്താണ് നമ്മൾ അത്യാവശ്യം ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം ഫ്രീയാണ്, നമുക്ക് സമാധാനമായിട്ട് ബുക്സ് വായിക്കാം, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കുട്ടികളുടെ പെഡഗോഗി എങ്ങനെ എന്തൊക്കെയാണ് പ്രശ്നം. നമ്മളിപ്പോൾ BEd പഠിക്കുന്ന ടീച്ചർമാരൊക്കെ ഉണ്ട്, ഇപ്പൊ ഇന്ത്യൻ നമ്പർ സിസ്റ്റം പഠിപ്പിക്കുന്നുണ്ട്, ഒരു മാത്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നില്ല. ഇപ്പൊ ലൈബ്രറി ഇഷ്ടം പോലെ ഉണ്ട്, പത്രം ഇടുന്നുണ്ട്, എത്ര കുട്ടികൾ പത്രം വായിക്കുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിലുണ്ട്, ഇവര് വായിക്കാനൊന്നും മെനക്കെടത്തില്ല, ഇവർക്ക് എല്ലാ സാധനവും ട്രെയിനിങ് ആയിട്ട് കൊടുക്കാൻ പറ്റിയാൽ നല്ലത്. അങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ഐക്യൂഡ് സിസ്റ്റത്തിനകത്ത് 2-3 ഭാഗമുണ്ട്. ഒന്നാമതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇതുവരെ കേരളത്തിലോ ഇന്ത്യയിലോ എനിക്കറിയില്ല IQ ട്രെയിനിങ് എന്നൊരു സാധനം വന്നിട്ടില്ല. ഞാൻ കേട്ടില്ല. ഞാനിപ്പോൾ അധ്യാപകൻ ഇത്ര കാലം വന്നിട്ട് IQ ട്രെയിനിങ് ഇല്ല. IQ ഡെവലപ്പ് ഒരു കുട്ടി സാധാ IQയുടെ ഒരു കുട്ടീനെ ട്രെയിൻ ചെയ്തിട്ട് IQ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പഠന നിലവാരം ഇവർക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് കൊടുത്താൽ ഇവർക്ക് പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന ഞാനിപ്പോൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മാത്സ് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ 2 ഭാഗമേ ഉള്ളൂ. പഠനത്തിൽ 2-3 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സബ്ജക്റ്റുകളാണ്. അവർക്ക് വേണ്ടുന്ന സ്കില്ലുകളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. പ്രധാനമായ 5 സ്കില്ലാണ് ഒരു കുട്ടിക്ക് വേണ്ടത്. ഒന്ന് അവരുടെ ഇമാജിനേഷൻ, നമ്മൾ ഇമാജിനേഷൻ നന്നായി വേണം. 2 കാൽക്കുലേഷൻ, കണക്കൂട്ടുള്ള കഴിവ്. പിന്നെ ലോജിക്കല്, പിന്നെ റീഡിങ് എബിലിറ്റി, വായിച്ച് മനസ്സിലായില്ല എന്ന് വെച്ചാൽ അത് ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റി, വായിച്ചത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി. ചില ബുക്കുകൾ ഒന്നിലധികം വായിച്ചാലും മനസ്സിലാവില്ല, ചിലർ ഒരുപാട് വട്ടം വായിച്ച്, ചിലർ ഒറ്റ വായനയിൽ തന്നെ അതിന്റെ ആശയം കിട്ടും. അപ്പം പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്താലും നമുക്കത് വായിക്കുമ്പോൾ ആശയം കിട്ടണം. അതിന് വേണ്ടുന്ന സെർച്ച് ബാറൊക്കെ ഇപ്പൊ ChatGPT എല്ലാവരും ഉണ്ട്. ഇപ്പൊ എല്ലാവരും ChatGPT പറയാം. ChatGPT അടിക്കണമെങ്കിൽ അറിയണം, എന്താണ് പ്രോംപ്റ്റ് കൊടുക്കാൻ പഠിക്കണം, എന്താണ് അടിക്കണം എന്നുള്ളത്. ഇപ്പൊ ഞങ്ങൾ തന്നെ മെനയാന്ന് തമിഴ്നാട്ടിൽ വേണ്ടി ഒരു തമിഴ്നാട് കൊടുക്കാനുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഇംഗ്ലീഷിലുള്ളത് നമ്മൾ ChatGPT കൊടുത്തു. അതിന് കറക്റ്റ് തമിഴാണ് തന്നേക്കുന്നത്. അതവിടെ കൊണ്ടുകൊടുത്താണില്ല, അവരുടെ തെറിയും. എന്ന് വെച്ചാൽ അറിയാം, ഇതിന് കറക്റ്റ് മലയാള അർത്ഥങ്ങൾ മാത്രം തന്നു പോവുക ഈ തമിഴ് അർത്ഥങ്ങൾ. അപ്പൊ നമ്മളുടെ ഇത് ഭയങ്കര ഒരു അധ്വാനമാണ്. 2 രീതിയിൽ നമുക്ക് ഇത് വർദ്ധിപ്പിച്ചെടുക്കാം. IQ ട്രെയിനിങ് ഒരു ഭാഗം എന്ന് വെച്ചാൽ രാവിലെ ഉണർന്ന് ബ്രഹ്മമുഹൂർത്ത ടൈം എന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ്, അത് ശ്രദ്ധിക്കണേ. എന്താണ് ശരിക്കും IQ ഡെവലപ്പ് ചെയ്യാനും ഇങ്ങനെയുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യാനും ഞാൻ ചെയ്ത സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2010 അദ്ദേഹം പറഞ്ഞ ശേഷം എന്നോട് അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം വെച്ചാൽ, രാവിലെ ഉണർന്നതിന് ശേഷം അഷ്ടാംഗയോഗ എന്നൊരു ഭാഗമുണ്ട്. നമ്മൾ വിവേകാനന്ദന്റെ ബുക്സുകൾ എടുത്ത് വായിക്കാം. എന്റെ ടാലന്റ് വിവേകാനന്ദന്റെ ടാലന്റുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. സ്വാമി വിവേകാനന്ദൻ
അദ്ദേഹത്തിന്റെ അപ്പോത്തിയൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ സ്കില്ലുകൾ വന്ന ഒരു മേഖലയുണ്ട് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള യോഗ. യോഗ വളരെ നല്ലൊരു കാര്യമാണ്. എത്ര കുട്ടികൾ യോഗ പഠിക്കുന്നുണ്ട്? യോഗ ചെയ്യുന്ന കുട്ടികൾ വളരെ കുറവാണ്. എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ അഷ്ടാംഗ യോഗയാണ് കൂടുതൽ ചെയ്യുന്നത്. അതിനകത്ത് 8 കാര്യങ്ങൾ പറഞ്ഞു. അഷ്ടാംഗ യോഗയിൽ യമ, നിയമ, യോഗാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ദൃഷ്ടി, സമാധി. ഈ 8 കാര്യങ്ങളിനകത്ത് 8 കാര്യങ്ങളും ചെയ്യേണ്ട. സമാധി എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ വിവാഹ നെയ്യാറ്റിൻകരയിലൊക്കെ സമാധി എന്ന് പറഞ്ഞ സാധനം ഒറിജിനൽ ഉണ്ട്. പണ്ട് ഒത്തിരി പേര് ചട്ടമ്പി സ്വാമി സമാധിയായിട്ടുണ്ട്, ശ്രീനാരായണ ഗുരു സമാധിയായിട്ടുണ്ട്, ഒരുപാട് സമാധിയായിട്ടുണ്ടല്ലോ. സമാധി എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ആ ടൈമിൽ അറിയാം ഒരു ദേഹം മരിച്ചു പോകുന്നുള്ളത്. അത് ആത്മീയത്തിലോട്ട് പോകുന്നതിനാണ് അവർ സംസാരിക്കുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഇല്ലേ. ഇപ്പൊ യമനിയമം എന്ന് വെച്ചാൽ യമം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കേണ്ട നമുക്കുണ്ടായിരിക്കേണ്ട കുറെ ഗുണങ്ങളാണ് യമം. അതില് 5 പറയുന്നത്: സത്യം, അഹിംസ, ആസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം. ഈ 5 കാര്യങ്ങൾ നമുക്കുണ്ടാവണം. നിയമം എന്ന് പറഞ്ഞാൽ ഇത് പാലിക്കപ്പെടുന്നത്. ശുദ്ധി, ശൗച, തപസ്, സ്വാതിയായ, ഈശ്വര പ്രധാന. ഈ 10 കാര്യം, ഈ 5 നിയമവും ഈ 5 നിയമം പാലിക്കപ്പെടണം ആദ്യമേ അഷ്ടാംഗം ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് 2 പാലിക്കപ്പെടുന്ന ആളറിയാം. ഇതിനകത്ത് സത്യവും അഹിംസയും അദ്ദേഹം അറിയാം, മഹാത്മാഗാന്ധി. ഇത് ചെയ്യുന്ന ആളുകളെല്ലാം വളരെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഒരുപാട് എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ലൈഫിൽ എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ മഹാന്മാരുടെയൊക്കെ ചിട്ടകൾ നോക്കുമ്പോൾ നോക്കിയാൽ മതി, എന്തെങ്കിലും അവർക്ക് ഉണ്ടാവും. അപ്പൊ യമനിയമങ്ങൾ പാലിക്കപ്പെടുന്ന ആളുകൾ യോഗാസന, പ്രാണായാമ, ദൃഷ്ടി, സമാധിയിലൂടെ ഒരു പ്രത്യേക രീതിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ടാലന്റ് ഇപ്പൊ നമ്മൾ ജിമ്മിന് പോകുന്നുണ്ട്. എല്ലാവരും ജിമ്മിന് ട്രെയിനറെ വെച്ച് പോകുന്ന ആൾക്കാരുണ്ട്. ജിമ്മിന് ട്രെയിനറെ വെക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു ട്രെയിനറെ വെച്ചേ ചെയ്യാവൂ. നമ്മൾ ചിലർ യൂട്യൂബ് കണ്ട് ചെയ്യുന്നവരുണ്ട്, ചിലർ ബുക്ക് പഠിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഒരാളുടെ സഹായത്തോടെ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട്. ഞാൻ ചെയ്ത കുട്ടികൾ റിസൾട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ 21 ദിവസം നമ്മൾ ആദ്യം ചെയ്യണം. 21 ദിവസം. അതാണ് ഒരു ഹാബിറ്റ് ഫോർമേഷൻ. അത് ചില വായിച്ചിട്ടുണ്ടാവും. 21 ദിവസം ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ട്. 21 ദിവസം ചെയ്താൽ തന്നെ മാറ്റം ഉണ്ടാവും. ഒന്നാമത്തെ അപ്പൊ ആ കുട്ടി ഫസ്റ്റ് ലെവല് പാസ്സായി. ഈ 21 ദിവസം ചെയ്യുന്നത് പ്രത്യേകിച്ച് നിർത്താതെ ചെയ്യണം. ബ്രേക്ക് വന്നാൽ ഒന്നും വീണ്ടും ചെയ്യണം. അതിനാണ് നമ്മൾ ട്രെയിനർ ആക്കണം പറഞ്ഞത്. ഇത് ചെയ്യുന്ന സമയത്തും പ്രത്യേകത ഉണ്ട്. രാവിലെ ബ്രഹ്മമുഹൂർത്ത ടൈം ഉണ്ട്. 3:40, 4:40 ഇടയ്ക്കുള്ള സമയത്താണ് നമ്മൾ ഉണരേണ്ടത്. 3:45 4:45 ഇടയിലുള്ള സമയത്താണ് ഉണരേണ്ടത്. ആ ടൈമിൽ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് മർഫിയുടെ ബുക്ക് ഉണ്ട്, സബ്കോൺഷ്യസ് ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ബുക്കിനകത്തും ജോസഫ് മർഫിയുടെ അദ്ദേഹത്തിന്റെ ബുക്കിനകത്ത് പറഞ്ഞത് സബ്കോൺഷ്യസ് മൈൻഡിന്റെ ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 3:40 4:40 ഇടയിലാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഉണരുകയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താലും നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡ് അതനുസരിച്ച് ആക്ട് സ്വീകരിക്കും. ഇപ്പൊ എനിക്ക് തന്നെ സബ്കോൺഷ്യസ് മൈൻഡിന്റെ പവറാണ് ഇത്. ഇതെല്ലാം ചെയ്യും സയന്റിഫിക് ആയിട്ട് പറയുമ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന്റെ പവർ സെൻസ് ഓർഗൻസിനൊക്കെ പവർ ഇൻക്രീസ് ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റീസെന്റ് ആയിട്ട് കാണിക്കുന്ന വീഡിയോയിൽ നമ്മളുടെ സ്കിന്നിന്റെ പ്രസൻസ് വെച്ചിട്ട് നമ്മൾ സമയം പറയുന്നത്. ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് 7:55 ഒരുപാട് സ്കില്ല് കാണിക്കുന്ന കൂട്ടത്തിൽ വാച്ചും കിട്ടി നടക്കും. പക്ഷെ ഏത് സമയം ചോദിച്ചാൽ അപ്പോൾ ടൈം പറയും. ഇതെന്ന് വെച്ചാൽ സത്യത്തിൽ ഇതൊരു ഫാൻസി ആയിട്ട് കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ സ്കിന്നിന് നമുക്ക് സെൻസ് വെച്ചിട്ട് സമയം പറയാൻ പറ്റും. പണ്ടുള്ള ആളുകൾ ക്ലോക്ക് സൂര്യൻ നേരിൽ വെച്ച് സമയം പറയാറുണ്ടായിരുന്നു. ഞാൻ ഏത് സമയത്തും വേണേ പറയാം ടൈം. ഞാനിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട് പല സമയങ്ങളിൽ. എനിക്ക് ടെമ്പറേച്ചർ പറയാം. അത് സബ്കോൺഷ്യസ് മൈൻഡിന്റെ പവറാണ്. നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ എന്താണ് കൊടുക്കുന്നത് അത് ആക്ട് ചെയ്യപ്പെടും. അതാണ് ഈ 3:40 4:40 ചെയ്യേണ്ടത്. ഇത് വലിയ ആളുകൾ സമയം മുതൽ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് ബ്രഹ്മമുഹൂർത്തി എണ്ണിച്ചതിന് ശേഷം നമ്മൾ ആദ്യം വേണമെങ്കിൽ വേണമെങ്കിൽ ഫ്രഷ് ആകാം. ഫ്രഷ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പം പ്രാർത്ഥനയിൽ ഏർപ്പെടാം കുറച്ച് സമയം. എല്ലാ മതവിഭാഗങ്ങളിലും രാവിലെ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ മുസ്ലിംസിലാണ് സുബഹി നിസ്കാരമുണ്ട്, പള്ളികളിൽ പ്രാർത്ഥനയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബൈബിൾ വായിക്കാം, ഭഗവത്ഗീത പഠിക്കാം, അല്ലെങ്കിൽ വേദമന്ത്രമുണ്ട്. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് മേധാസുക്ത മന്ത്രം എന്നൊരു മന്ത്രമുണ്ട്. അത് വെച്ചാൽ മേധാദേവി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ദേവിയാണ്. ആ മന്ത്രോച്ചാരണവും വായുഹൃദയ ഹോത്ര മന്ത്രം എന്നൊരു സാധനമുണ്ട്. അപ്പൊ ഇങ്ങനത്തെ മന്ത്രങ്ങൾ ഞാൻ രാവിലെ ചൊല്ലാറുണ്ട്. പിന്നെ ഗ്രന്ഥങ്ങൾ വായിക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ പോകുന്നത് നേരെ യോഗാസന. യോഗാസന വെച്ചാൽ ഒരുപാട് യോഗാസനമുണ്ട്. അതിനകത്ത് ഞാൻ ചെയ്യുന്നത് ശീർഷാസനം, തലകുത്തി യോഗാസനം വെച്ചാൽ നമ്മൾ അത് ഏതൊരു യോഗ ആസനകൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചാൽ മതി. ചിലർ ഏതിലൊന്നും മതി. ഒത്തിരി ആസനസ് ഉണ്ടല്ലോ. അല്ല, ഇത് നമുക്ക് ബെനിഫിറ്റ് അല്ലല്ലേ. ഓരോത്തിനും ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ചില അവയവങ്ങൾക്ക് ചെയ്യുന്ന യോഗകളുണ്ട്. അത് ഈ യോഗാസനകൾ യോഗ തന്നെ ഈ അഷ്ടാംഗ യോഗയുണ്ട്. ഇപ്പൊ അഷ്ടാംഗ യോഗ ഞാൻ പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്. പഠനത്തിന് ഏറ്റവും നല്ലത് അഷ്ടാംഗ യോഗയാണ്. ഇതിനെ ചിലപ്പോൾ നാളെ ഒരു ചലഞ്ച് വരുമായിരിക്കും. ഈ പറഞ്ഞ ശരിയാണോ എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്.
അഷ്ടാംഗയോഗ ഉണ്ട്, അതാണ് ക്രിയായോഗയുണ്ട്. ക്രിയായോഗ എന്നൊരു ഭാഗമുണ്ട്, ഏരിയൽ യോഗയുണ്ട്. ഏരിയൽ യോഗയിലേക്കാണ് കൂടുതൽ ഈ അസുഖങ്ങൾക്കൊക്കെ ചെയ്യുന്നത്. ഇനി ഏത് യോഗ ചെയ്താലും അതിന് അസുഖങ്ങൾ ഇപ്പം എല്ലാവരും വേണമെങ്കിൽ ഏത് യോഗയെ കുറിച്ച് നിങ്ങൾ വേണമെങ്കിൽ അസുഖം, കാരണം അത് ബെനിഫിറ്റ് പറയുന്നതാണ്. എന്താ ഓർമ്മ ശക്തി കൂടും, ഫോക്കസ് വർദ്ധിക്കും. എല്ലാവരും ചെയ്യുന്നില്ലേ? ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ഫോക്കസ് വർദ്ധിക്കും, ഓർമ്മശക്തി കൂടും. ശീർഷാസനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ശ്വാസോച്ഛ്വാസം ഉണ്ട്, നമ്മൾ എടുക്കുന്ന പ്രാണായാമം, അതിന് കറക്റ്റ് ഇത് കൊടുക്കണം. അപ്പോൾ അത് കൃത്യമായിട്ടൊരു ട്രെയിനർ സഹായത്തോടെ എനിക്കിപ്പോൾ അതിന്റെ ചിട്ട കൃത്യം അറിയാം. അതാണ് നമ്മൾ ഐക്കോഡ് സിസ്റ്റം വഴി കുട്ടികൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റ്. നമ്മൾ എന്താണ് കുട്ടികൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? കുട്ടികൾ ഇതേപോലെ തന്നെ ചെയ്യണം. കുട്ടികൾ ഇപ്പോൾ ശീർഷാസനം ചെയ്യണമെന്ന് പറയുന്നില്ല, അവർക്ക് വേണമെങ്കിൽ പത്മാസനം ചെയ്യാം, അല്ലെങ്കിൽ ബഗാസനം ചെയ്യാം. ഒത്തിരി യോഗാസനം ഉണ്ട്, കപോതാസന, വൃക്ഷാസന, ശവാസനം എന്നൊരു ആസനം വരുന്നുണ്ട്, ശവാസനം വരെ കേട്ടുണ്ട്. അപ്പൊ ഏതൊരു യോഗാസനം ചെയ്താലും നമുക്കത് ബ്രെയിൻ കറക്റ്റായിട്ട് പറയും. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഒരുപാട് പ്രോസസ് ഉണ്ട്. പ്രത്യാഹാര, ധാരണകള്, ദൃഷ്ടി എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത് ഇങ്ങനെ ചിട്ടയിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മെഡിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ചിട്ടയിലൂടെ കടന്നു പോകും. നമ്മൾ രാവിലെ 3:40 ഉണരുകയും ഒരു 4:40 വെച്ചിട്ട് നമ്മൾ ഉണരണം. 4:40 ഈ ബ്രഹ്മമുഹൂർത്തത്തിന്റെ പീക്ക് ടൈം. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മമുഹൂർത്തമില്ല. എന്നുവെച്ചാൽ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിലല്ലാതെ ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. പക്ഷേ ഒരു ദിവസം ഉറക്കം വൈകിട്ട് 5:40 എഴുന്നേറ്റാൽ ഇതിന്റെ പിന്നെ ഒരിക്കലും ഇല്ല. നമ്മൾ ആ സൺറൈസിന് മുമ്പ് ഉണർന്നാൽ മതി. ഏറ്റവും നല്ല റിസൾട്ടാണ് 3:40, 4:40 ബെറ്റർ റിസൾട്ട്, ഏറ്റവും നല്ല ആപ്റ്റ് സമയം. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സൺറൈസിന് മുമ്പ് ഉണരുന്നതാണ് ഏറ്റവും നല്ലത്. ഒരാള് സൺറൈസിന് മുമ്പ് ഉണരണം. ഉണർന്നതിന് ശേഷം നമ്മൾ ടൈം ഒന്ന് കേട്ടോണ്ടായിരിക്കും. നമ്മളെ ജീവിതത്തിൽ ചിട്ടയോടെ ചെയ്യേണ്ട കാര്യമാണ് ടൈം. ഒന്ന് താങ്ക് യു, ഉണർന്നതിന് ശേഷം നമ്മൾ ആദ്യം നന്ദി പറയും, TIME. 2 ഇൻസ്പിറേഷൻ, നമ്മൾ ഇൻസ്പിറേഷൻ കൊടുക്കുക. നമ്മൾ എന്ത് രാവിലെ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ എന്ത് ഞാൻ ഇതാകും, എനിക്ക് നേടണം, നമുക്കുണ്ടാവേണ്ട എന്താണ് നമ്മൾ നേടേണ്ടത്, അത് രാവിലെ പറഞ്ഞു നോക്കുക, ഡെയിലി പറഞ്ഞു നോക്കുക, എന്നിട്ട് അതനുസരിച്ച് ചെയ്ത് നോക്ക്, റിസൾട്ട് വരും. എന്ന് വെച്ചാൽ യൂണിവേഴ്സ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് എന്നാണ് പറയുന്നത്. അതാണ് പൗലോ കൈലോ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നുള്ള ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ എം എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ എന്താണ് ഇതെല്ലാം വരുന്നത്. പിന്നെ വരുന്നത് ഈ എക്സസൈസ്. ഈ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ വിജയിക്കും. ഈ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് 6 മണിക്ക് മുമ്പ് ചെയ്യണം. പിന്നെ 3:40 ഉണർന്നുള്ള വേറെ ബെനിഫിറ്റ് എന്താ അറിയാം? രാവിലെ ഉണർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 4:40 നമ്മൾ ഉണർന്ന് നമ്മൾ കാലം ചെയ്ത് നമുക്ക് എഴുതി തീർക്കേണ്ടതോ ചെയ്യേണ്ടതായിട്ടുള്ള ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒരുപാട് നേരം കിട്ടും. പകൽ ഇഷ്ടംപോലെ സമയം കിട്ടും. 10 മണിക്ക് എഴുന്നേൽക്കുന്ന കുറേ ആളുകൾക്ക് സമയമില്ല, നമുക്ക് ഒരുപാട് സമയം കിട്ടും. അപ്പൊ ഇതാണ് ഒരു ചിട്ട എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു അധ്വാനം ഉണ്ട്. 21 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്തരുത്. 41 ഡേയ്സ്. 41 ഡേയ്സിനാകുമ്പോൾ സെക്കൻഡ് ലെവൽ കഴിയും. പിന്നെ നിർത്തരുത് 63. 63 എന്ന് പറഞ്ഞാൽ 3rd ലെവലോട്ടാണ്. പിന്നെ അടുത്തത് 91, 91 ദിവസം. പിന്നെ അടുത്തത് 126, 126. പിന്നെ അടുത്തതാണ് 144. അങ്ങനെ ഇതിന് 6 ലെവലുണ്ട്. ഈ 6 ലെവൽ നമ്മുടെ മഹാകുംഭമേള 147 വർഷം കഴിഞ്ഞാണ് മഹാകുംഭം നടക്കുന്നത്. 40 ദിവസമാണ് ശബരിമലയിലെ വൃത്തം. ഇത് നമ്മളുടെ ഈ ഒരു കണക്കെന്ന് പറയുന്നത് പണ്ട് കാലത്തെ ചിട്ടയിൽ വന്നിരിക്കുന്ന കണക്കാണ്. 21, 41, 63, 91, 126, 144. ഇതിൽ ഞാൻ ഇത് തുടങ്ങിയ സമയത്ത്, ചിട്ട തുടങ്ങിയ സമയത്ത് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഉണരുക, എനിക്ക് പുസ്തകങ്ങൾ വായിക്കണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം, ഓർമ്മശക്തി നിലനിൽക്കണം. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്ന 1 മണിക്കൂർ എത്ര പേജ് പഠിക്കാം. തുടക്കത്തിൽ 21 ഡേയ്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യകാലം 25 പേജായിരുന്നു പഠിക്കുന്നത് ഒരു ദിവസം. വായിക്കുന്നത് പഠിക്കത്തില്ല, വായിക്കുന്ന മീനിങ് മനസ്സിലാക്കി പോകണം. പിന്നെ 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 ഇത് കൂട്ടാൻ ശ്രമിച്ചു. അടുത്ത ദിവസം 26 ആക്കാൻ ശ്രമിച്ചു, 28 ആക്കാൻ ശ്രമിച്ചു. ഞാൻ റാങ്ക് ഫയലുകൾ PSC UPSC ബുക്കുകൾ പഠിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡിഗ്രി ആയതിനു ശേഷം എനിക്ക് ഇത് ഈ ഒരു ടാലന്റിൽ എത്തിയ സമയത്ത് പിന്നെ ഞാൻ ഇത് കുട്ടികൾ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ സത്യത്തിൽ ഈ 147 ട്രാക്ക് ചെയ്തിട്ടില്ല. ഹെർക്കുലിയൻ ടാസ്ക് ആണ്. ഈ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പനി വന്നാൽ പോലും നമ്മൾ ചെയ്യണം. ഞാനൊരു 91 ആയപ്പോഴത്തേനും എന്റെ 91 എത്തിയുള്ളൂ. 91 സ്ട്രീക്കിന്റെ ആണ് ഞാൻ ഇത്രയും പെർഫോമൻസ് ചെയ്യുന്നത്. അപ്പം 144 പക്ഷെ ഞാൻ ഇപ്പോൾ ഇല്ല. കാര്യം വെച്ചാൽ സത്യത്തിൽ ഞാൻ ഇത് കിട്ടിയ സമയത്ത് ഞാൻ വളരെ ഹാപ്പിയോട് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ട കാര്യങ്ങൾ നമ്മളെ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇത് കൊടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ തലമുറയ്ക്ക്, അടുത്തൊരു തലമുറയ്ക്ക് ഇത് കൊടുക്കണം. അപ്പോൾ എന്നോട് വീഡിയോസിലൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ വീഡിയോ ചെയ്യുമോ, നമുക്ക് ചെയ്യാവുന്നത്. ഞാനൊരു വീഡിയോ ചെയ്താൽ പോലും ഉണ്ടല്ലോ, ഈ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് കേൾക്കുന്നവർക്ക് ഇത് ചെയ്താൽ ഇത് ഇത് ശരിയാകും എന്നുള്ള തോട്ട് വരെ വരാം. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഇതേ ആംഗിളിലുള്ള ഒരുപാട് വീഡിയോസ് പറയുകയും അത് ഫോളോ ചെയ്യുകയും. ഇപ്പോൾ മെഡിറ്റേഷനെ കുറിച്ച് എനിക്ക് 10ലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്, യോഗയെ
കുറിച്ച് എക്സസൈസിനെ കുറിച്ച് നിരന്തരം പറയുന്നതാണ്. പക്ഷേ ഇത്രയും ആഴത്തിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയ ഒരാളെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കഴിഞ്ഞ ഈ 2011 ഈ വീഡിയോസ് ഈ പത്രത്തിലെല്ലാം വാർത്ത വന്നപ്പോൾ അന്ന് 2 ചാനലിൽ എൻ്റെ ഇന്റർവ്യൂ ആയിരുന്നു. ഒന്ന് മാർഷൽ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഇപ്പോൾ മാതൃഭൂമിയുടെ ചീഫ് എഡിറ്ററാണ്, ചീഫ് റിപ്പോർട്ടറാണ്. അദ്ദേഹം അന്ന് ഇന്ത്യ മിഷനിലായിരുന്നു. അദ്ദേഹം അന്നൊരു കലിഡോസ്കോപ്പ് എന്നൊരു പരിപാടി ചെയ്യുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ TV ഷോ അതാ സത്യത്തിൽ. അത് ജസ്റ്റ് ഒരു ഷോസിനെ കുറിച്ച് പറയുന്നല്ല ഒന്നുമില്ല. പിന്നെ ജയഹിന്ദിനകത്തൊരു പരിപാടി വന്നായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജനജീവനുണ്ട്, രാജീവ്. അവരാണ് ഓർക്കുന്നത്. അവർ രണ്ട് എൻ്റെ വീഡിയോ ചെയ്തവരാണ്. പത്രത്തിലെല്ലാം മാറുന്ന സമയത്ത് എനിക്ക് ഇത് ചാനലിൽ പോകാനോ ഗിന്നസ് കിട്ടാനോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. ഞാനിതെല്ലാം പറിച്ചു വെച്ചിരുന്ന ആളാണ്. കാര്യം എൻ്റെ റിസർച്ച് എന്ന് പറയുന്നത് എങ്ങനെ നെക്സ്റ്റ് തലമുറയ്ക്ക് കൊടുക്കാം. എനിക്കിതിനകത്ത് ക്രെഡിറ്റ് ഒന്നും വേണമെന്നില്ല. എനിക്കിത് നമ്മുടെ ഇത് ഇപ്പം ഞാനിത് കാണിച്ച് ചിലർ ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ കാണിച്ച് എന്ത് ചെയ്യാൻ. പലരും മനസ്സിലാക്കാത്തോണ്ട് ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് ശ്രമം നടത്തി. ഞാനൊരു വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഐക്യൂഡ് എന്ന് പറയും. അത് നന്നായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് അതിന്റെ റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ റിസർച്ച് ഏകദേശം കംപ്ലീറ്റ് ആയി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ ഇപ്പൊ ചെയ്യുന്നത്. ഈ ഐക്യൂഡ് സിസ്റ്റം എന്നത്തേക്ക് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? ഈ വരുന്ന April 1 ഞാനത് കൊടുക്കും. കാര്യം 25 നമ്മുടെ നാട്ടില് മലയാളികളും ഇത് അങ്ങനെ ഓൾ ഇന്ത്യ എല്ലാവർക്കും പറ്റുമോ? എല്ലാവർക്കും പറ്റും. അപ്പൊ മലയാളികൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഏജ് ഗ്രൂപ്പ് അങ്ങനെ ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല. ഇപ്പൊ ഞാൻ സത്യത്തിൽ എനിക്കുള്ള സന്തോഷം എന്ന് പറയാം, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇതിനെ ചലഞ്ച് ചെയ്ത് കുറച്ച് ആൾക്കാർ വന്നു, വലിയ ആളുകൾ. 60 ദിവസമുള്ള ഒരാൾ ചെയ്യുന്നുണ്ട്, ഒരു തിരുവനന്തപുരത്തുള്ള ബിസിനസ്. ഈ നമ്മൾ ലേണിംഗ് മെത്തഡോളജി, വേദിക് ലേണിംഗ് മെത്തഡോളജി എന്ന് പറഞ്ഞ് രാവിലെ ഉണർന്ന് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്ത് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി. പക്ഷെ അദ്ദേഹം വളരെ ഹാപ്പിയാണ്, പുള്ളി നല്ല ഹാപ്പിയാണ്, എനർജറ്റിക് ആണ്. അപ്പൊ നമ്മൾ ഈ സിസ്റ്റം കുട്ടികൾക്ക് മാത്രമല്ല ആർക്കും യൂസ് ചെയ്യാം. എന്നെ ഒരുപാട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇത് പഠിക്കാൻ. വീഡിയോ ആദ്യം ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ എൻ്റെ ചാനൽ മീൻസ് വാട്സപ്പിൽ ഒന്ന് ചോദിക്കും, അജി സാറിന്റെ നമ്പർ തരുമോ, അജി സാർ ഇത് പഠിപ്പിക്കുമോ, എൻ്റെ കുട്ടിക്ക് വേണം, എനിക്ക് വേണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ അടുത്തൊരു പ്രോപ്പർ സിസ്റ്റം അപ്പോൾ ഇല്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളത് ഡെവലപ്പ് ചെയ്ത ഞാനിത് സത്യം പറഞ്ഞാല് നമ്മളുടെ ഒരുപാട് ബുക്സുകളുണ്ട് പഴയ. എനിക്ക് ആ 3 ബുക്സ് വരെ കിട്ടിയിട്ടില്ല. ആ ബുക്സിന്റെ ബേസിലാണ് അത് വാങ്ങാത്തിരിക്കുന്ന ഒരു വിഷമുണ്ട്. അത് വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ഇവിടെ നിൽക്കണമെന്നില്ല. അയ്യോ, ഇത് സത്യത്തില് അങ്ങനെ മനസ്സിലാവുന്നത് അത് അദ്ദേഹം പറഞ്ഞതാ. അല്ല അങ്ങനെ നിങ്ങൾക്ക് അല്ല, ഞാൻ സംസ്കൃതം പഠിച്ചു. ഞാൻ 15 ഭാഷ എഴുതാനും വായിക്കാനും പഠിച്ചു. ഞാൻ 15 ഭാഷ എഴുതാനും വായിക്കാനും അറിയാം. ഈ സംസാരിക്കില്ല, എങ്ങും പോയിട്ടില്ല. ഞാൻ ഈ ഒരു കഴിവ് എല്ലാവരും ഉപയോഗിച്ച് നോക്കിയതാണ്. ഇപ്പൊ പീരിയഡ് ടേബിൾ അങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ബോൺസിന്റെ പേര്, എന്ത് ചലഞ്ചിന്. ഇവിടുത്തെ ഈ ചലഞ്ചാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഇത് ഓർമ്മ നിങ്ങൾക്ക് നമ്മൾ ഈ ബോർഡിൽ എഴുതിയ A1P അങ്ങനെ A1P 7 F3J YL 10X +C സെമിക്കോളൻ എസ് വേണ്ടിടുന്നത് എനിക്ക് വന്ന് മറ്റേ ഇൻഫിനിറ്റി 9 ഈ എന്താ പറയാ അതിശയ ചിഹ്നം എക്സ്ക്ലമേറ്ററി @BI6 TQ 6 TQ ക്വസ്റ്റ്യൻ ചിഹ്നം GW. പിന്നെ വരുന്നത് ഞാൻ പറയാം 0% B4 $K and D /*2E റുപ്പി 6 #8M5HU. ഇത് എത്ര സമയം, അതായത് ഇത് നമ്മൾ ശരിക്കും ഒരു മണിക്കൂർ മുമ്പ് ചെയ്താണ്, പിന്നീടാണ് സംസാരം. ഇതെങ്ങനെ എത്ര കാലം ഓർത്തിരിക്കും? ഇതൊരു ഒറ്റ സ്റ്റാൻസ് 3 ദിവസം വരെ ഓർത്തിരിക്കാം. അവിടെ തന്നെ എന്റെ ഒരു ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ ദൈവം തന്നെന്ന് വെച്ചാൽ എനിക്ക് മെഡിറ്റേഷന് പ്രത്യാഹാരം എന്നൊരു പവർ ഉണ്ട്. അത് അഷ്ടാംഗഹൃദയത്തിൽ പ്രത്യാഹാരം എന്നൊരു പ്രത്യേകിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. എനിക്ക് എത്ര ഫ്രീ ആയിട്ടിരുന്നാലും ഇതെനിക്ക് മറന്നാൻ പറ്റും, മറക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ കഥയിൽ നിന്ന് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രത്യേക സമയത്ത് ഇങ്ങനെ ഒരു ഇൻസൈറ്റ് കിട്ടുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ബോധപൂർവ്വം ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ പറഞ്ഞ പ്രാക്ടീസൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം കഴിവ് നേടിയെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അതൊന്ന് പറയാം. ഇപ്പം നമ്മളുടെ കുട്ടികളില്ലേ, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് കുറേ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. ഇപ്പം ട്രിഗണോമെട്രി പഠിക്കുന്നുണ്ട്, സയൻസ് പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ജോഗ്രഫി പഠിക്കുന്നുണ്ട്, ഭൂമിയുടെ അടുത്തിട്ട് അന്തരീക്ഷം എല്ലാം പഠിക്കുന്നുണ്ട്, സോളാർ സിസ്റ്റം പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ജോലികൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട സ്കില്ലുകളുണ്ട്. അത് നമ്മൾ ഈ പഠനത്തിലൂടെ കണ്ടെത്തുകയാണ്. അങ്ങനെ സ്കില്ലുകൾ ഉണ്ടോ? ഇപ്പം ആശയ പാഠമുണ്ടോ, പണ്ടൊക്കെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ചോദിക്കുക, പരാവർത്തനം ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കും ഒരു ക്വസ്റ്റ്യൻ തന്നതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, കാണാതെ പഠിക്കുന്ന ഉപരിയായിട്ടൊരു സ്കില്ലുണ്ട്. ആ സ്കിൽ ഉണ്ടാകുന്ന പറയുമ്പോൾ അതിനാണ് നമ്മൾ കോഗ്നിറ്റീവ് സ്കിൽ എന്ന് പറയുന്നത്. ഈ കോഗ്നിറ്റീവ് സ്കില്ലിനകത്ത് തന്നെയാണ് മെമ്മറി ഉണ്ട്, അറ്റൻഷൻ ഉണ്ട്, പെർസെപ്ഷൻ ഉണ്ട്, ജഡ്ജ്മെന്റ് ഉണ്ട്, അതുപോലെ ഫോക്കസ് ഉണ്ട്, ലിസണിങ് ഉണ്ട്, ലാംഗ്വേജ് സ്റ്റഡി ഉണ്ട്. ഇതെല്ലാം കോഗ്നിറ്റീവ് സ്കില്ലുകളാണ്. അപ്പം നമ്മൾ ഇനിയുള്ള തലമുറയിൽ ഈ അക്കാഡമിനേക്കാൾ പ്രാധാന്യം ഈ സ്കില്ലുകൾക്ക് വരുന്നത്. അപ്പോൾ ആ സ്കില്ലുകളാണ് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതാണ് ഞാൻ ട്രെയിനിങ് വഴി ഉണ്ടാക്കിയെടുത്തത്. ഇതിനകത്തൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വേദിക് ലേണിംഗ് സിസ്റ്റം നമ്മളുടെ പ്രാചീന സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള രീതിയിൽ സഞ്ചരിച്ചപ്പോൾ കിട്ടിയ ഒരു സ്കില്ലാണ് കാജപ്രാപ്തി. കാജപ്രാപ്തി എന്ന് പറഞ്ഞാൽ കാജപ്രാപ്തി വെച്ചാൽ നമുക്ക് ദൂരെയുള്ള വസ്തുവിനെ എനിക്കറിയാം. അത്ഭുതപ്പെടുന്ന പറഞ്ഞാട്ടോ. ഒന്ന് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ ഉണ്ട്, അതിനുശേഷം ഞങ്ങൾ അടുത്ത ദിവസം ചായ പിടിക്കുന്ന സ്ഥലമൊക്കെ എത്രയോ ദൂരെയുള്ള ഒരു ബോർഡ് എനിക്ക് കാണാൻ
വായിക്കാൻ പറ്റുന്നില്ല. ഐഫോണിൽ സൂം ചെയ്തിട്ട് കാണുന്നില്ല. S25 അൾട്രയിൽ ഇങ്ങനെ സൂം ചെയ്തപ്പോൾ അതിൽ പോലും ചെറുതായിട്ട് കാണുന്ന ഒരു ബോർഡ് ഇവിടെ നിന്നിട്ട് കൃത്യമായിട്ട് പറയുന്നു. ഒരു രക്ഷ. അതാണ് ഈ കാജപ്രാപ്തി. സാറേ വേറെ കാര്യം ഇവിടെ നിങ്ങൾ ചായ കുടിക്കുകയാണ്, നിങ്ങളെ കണ്ണിന് ഭയങ്കര പവറാണെന്നില്ലേ? അങ്ങ് അവിടെ ഒരു ബോർഡ് കാണുന്നത്. എനിക്ക് ബോർഡ് ഉണ്ടെന്നേ മനസ്സിലാവുന്നുള്ളൂ. ഏത് ബോർഡാ? വളരെ അങ്ങ് അവിടെ എങ്ങനെയാണെന്ന് കാണിച്ചത് വളരെ ദൂരെയാണ്. അവിടെ മിൽമേൻ്റെ ഒക്കെ അപ്പുറയാണ്. ഞാനിവിടെ S24 അൾട്ര വെച്ച് സൂം ചെയ്താലേ എനിക്ക് കിട്ടാൻ ഞാൻ വെള്ള നീല. അതിന്റെ മുകളിൽ റെഡിഷ് ആണെന്ന് തോന്നുന്നു, വേറെ ഒന്നും മനസ്സിലാവുന്നില്ല. റെഡ് കളർ അതൊന്ന് നോക്കി പറഞ്ഞു എന്താണ്. ഞാൻ അല്ല, നിങ്ങളെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഞാൻ ബാക്ക് ഞാനൊന്ന് സൂം ചെയ്യട്ടെ, ഇത് കിട്ടുന്നുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, പ്രേക്ഷകർ ഇതിൽ കണ്ടോളൂ. എവിടെയാണ് ആ ബോർഡ്? ഇതാ ഈ ബോർഡാണ്. ഈ ബോർഡ് ഇതാ, അതിൽ ഒന്നും കാണുന്നില്ല, വളരെ മൈന്യൂട്ടാണ്. ഇതാണ് സംഭവം, ഈ ബോർഡാണ്. ഇരുട്ടായി ചെറുതായിട്ട് മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് വളരെ ചെറുതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അത് ഉറക്കെ വായിക്കണ്ട, സാറ് പറയട്ടെ. അത് ശരിയാണെന്ന് അടുത്ത് പോകണോ? അല്ല ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾ പറയും. Ultra 24 ക്ലാരിറ്റി കുറവുണ്ട്. നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു? പറയും. വണ്ടി പോകുന്നുണ്ട്. വണ്ടി പോട്ടെ. പറയൂ. അതെ അതെ അതെ, ഇലയിലെ ഊണാണത്. ഇലയിലെ ഊണ് കേട്ടോ. ഇതില് ക്ലാരിറ്റി ഇല്ല, നിങ്ങളുടെ കണ്ണിന് അതിനേക്കാൾ ക്ലാരിറ്റി. പണ്ട് കാലത്ത് ടൈമാണ് കാഴ്ചപ്രാപ്തി. കാഴ്ച എന്ന് വെച്ചാൽ കണ്ണിന്റെ ലെൻസിനെയാണ്. അതിനൊരു പ്രാപ്തിയാണ്, നമുക്കൊരു സാധനത്തെ സൂം ചെയ്യാൻ പറ്റും. അപ്പൊ ചിലവർ ചോദിച്ചിട്ടുണ്ട്, സൂം ചെയ്യുന്ന കണ്ണ് ഇത് എന്താ പറയുന്നത്? സംശയമൊക്കെ കാഴ്ചപ്രാപ്തി 8 മീറ്റർ അകലെ നമുക്ക് ചെറിയ അക്ഷരങ്ങൾ കാണാം. അത് നമ്മൾ കലണ്ടർ. അപ്പൊ അത് നമ്മുടെ കണ്ണിന്റെ സ്കില്ലാണ്. അപ്പൊ നമ്മൾ ഇത് വലിയ ചെയ്യാം. ഇതിന് ട്രെയിനിങ് മെത്തഡോളജി ഉണ്ട്. ഇതിന് ട്രെയിനിങ് ഉണ്ട്. 12 ടൈപ്പ് രീതിയിൽ ട്രെയിൻ ചെയ്യാം. അതിന്റെ വീഡിയോ നമുക്ക് ചെയ്യാം. അത് എന്ന് വെച്ചാൽ വലിയ ആളുകൾ, ഇപ്പൊ ഞാൻ 35 വയസ്സായി, എനിക്ക് 35 വയസ്സായിട്ട് എന്റെ കണ്ണ് ഇപ്പോഴും പവർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന കുറെ ചിട്ടയുണ്ട്. വലിയ ആൾക്കാർ കണ്ണാടി വെക്കുന്നുണ്ട്, കുഞ്ഞു കുട്ടികൾ കണ്ണാടി വെക്കുന്നുണ്ട്. കൂടുതൽ സമയം മൊബൈലിന് അഡിക്റ്റാണ് കുട്ടികൾ, TV കാണുന്നു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. കാഴ്ചശക്തിയും ഞാൻ ചോട്ടെ ഒറ്റ ക്വസ്റ്റ്യൻ. കണ്ണാടി വെക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കണ്ണാടി വെക്കുന്ന ഒരു സ്പെക്ടക്കിൾ ഉപയോഗിക്കുന്ന ഒരാള്, അദ്ദേഹം അത് വെക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞാൽ 0.5 0.75 ഒക്കെ ആയിരിക്കും. വെച്ചോണ്ടിരുന്നോക്കെ എപ്പോഴെങ്കിലും അത് കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? അവര് മിറർ മാറ്റി വെച്ചു 1 ആവും 1.5 ഇതിന്റെ ലെൻസിന്റെ പവർ കൂട്ടുന്നല്ലാതെ ഒരിക്കലും ഇത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ചില രീതിയിലുള്ള എക്സസൈസ്, പാമിങ്, ബ്ലിങ്കിങ്, പെൻസിൽ പുഷപ്സ് എന്ന് പറഞ്ഞാൽ അതിന് പേരിട്ടേക്കുന്ന ഒരുപാട് എക്സസൈസുകളുണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ഇത് നിലനിർത്താം. അതാണ് അഷ്ടാംഗികയിലെ ദൃഷ്ടിക്കുള്ള പ്രാധാന്യം. ഇത് നാഫിയാഗ്ര ദൃഷ്ടി, ഹസ്താഗ്രഹ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൃഷ്ടീസ് ഉണ്ട്. അത് നമ്മൾ യോഗയിൽ വരുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത് നിലനിർത്താൻ പറ്റും. അതാണ് ഒരു സ്കില്ല്, കാഴ്ചപ്രാപ്തി. രണ്ടാം സ്കില്ലാണ് ദൃഷ്ടി പതിപ്പിക്കൽ. ദൃഷ്ടി പതിപ്പിച്ച ഒരു സ്ഥാനത്തെ ദൃഷ്ടി ഇങ്ങനെ പതിപ്പിച്ച് കണ്ണിങ്ങനെ നോക്കിയതിന് അടുത്ത് ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്തതിന് തുല്യമാണ് ബുക്ക് എടുത്ത് നമ്മൾ നോക്കിയിട്ട് മാറ്റിയ ബുക്കിൽ അതെല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റുന്ന അതാണ് ദൃഷ്ടി പതിപ്പിക്കൽ. ഫോട്ടോഗ്രാഫിക് മെമ്മറി, അതാണ് രണ്ടാമത്തെ സ്കില്ല്. അത് നമുക്ക് കുട്ടികൾക്ക് നേടിയെടുക്കാൻ പറ്റും. മൂന്നാമത്തെ സ്കിൽ എന്ന് പറയുന്നത് നയന വിസ്തൃതി. നയന വിസ്തൃതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എണ്ണാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു പിടി കടുക്, ഒരു പിടി ചെറുപയറൊക്കെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നോക്കുന്നു. അപ്പോൾ തന്നെ അത് കൃത്യമായിട്ട് നമ്മൾ എണ്ണുന്നതിന് മുമ്പ് പറയും. ഒരു റൂമിലിരുന്നപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ് പുറത്ത് ഞങ്ങൾ ചായ പിടിക്കാൻ പോയപ്പോൾ കുറേ ദൂരെ ഒരു ചായക്കടയുടെ മുമ്പിൽ സ്റ്റാറുകൾ എന്ന് പറഞ്ഞാൽ മറ്റേ ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റ് തൂക്കിയിരുന്നു. എനിക്കിങ്ങനെ മാനുവലി എണ്ണാൻ പോലും പറ്റുന്നില്ല. അത് എത്ര ഉണ്ടെന്ന് വെച്ചപ്പോൾ വിതിൻ സെക്കൻഡ്സ് അതിന് എണ്ണം പറഞ്ഞതാണ്. അതാണ് നിങ്ങൾ പറയുന്നത് നയന വിസ്തൃതി. കൈക്കുളങ്ങര രാമവായു നമ്മൾ ഈ കേരളത്തിൽ ഒരു മഹാനായ വ്യക്തി ഉണ്ടായിരുന്നു. ഞാൻ ഈ ഇടയ്ക്കാണ് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു ടാലന്റ് ഉണ്ടായിരുന്നു. അതൊരാൾ എനിക്ക് പറഞ്ഞു തന്നു, ഞാൻ വായിച്ചപ്പോൾ ഉണ്ട്. അപ്പൊ അത് വർഷങ്ങൾക്ക് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പം എനിക്കത് കിട്ടും, എനിക്ക് എണ്ണം കിട്ടും. എന്ത് സാധനം കടുക് പറയാനിട്ടുണ്ട്. ഇപ്പൊ ഒരു ബസ്സൊക്കെ സ്പീഡിൽ പോയല്ലേ, ആ ബസ് ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും എണ്ണി പറയും, ഐഡന്റിഫൈ പറ്റും എല്ലാവരും ഫേസ്. ഒരു ആവറേജ് സ്പീഡിൽ പോകണം. ബസ് ഇപ്പൊ അവര് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് വണ്ടി പോയിട്ട് ഞാൻ പറയാം ഇന്ന ആൾക്കാരുണ്ടായിരുന്നു, എത്ര പേരുണ്ടെന്ന് കൃത്യം പറയാം. സ്പീഡിൽ വണ്ടിയിൽ കാണുന്നത് 18, അടുത്ത 20, 25 ഇങ്ങനെ പറഞ്ഞു ആ സ്പീഡിൽ എണ്ണി പോകും. ഫാസ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നയന വിസ്തൃതി. ഗംഭീരം, ഒരു രക്ഷയില്ല. പിന്നുള്ളത് ഗണന രീതി എന്ന് പറയും. ആര്യഭടൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പയ്യുടെ വില കണ്ടുപിടിച്ചത് ഒരു കാൽക്കുലേറ്ററിന്റെ സഹായമില്ലാതെ 3.14 ഉള്ള വാല്യൂ. അതിനൊക്കെ സൂര്യൻ നിന്നുള്ള അകലവും സൂര്യന്റെ ചുറ്റളവും ഭൂമിയുടെ ചുറ്റളവും എല്ലാം ഇതൊക്കെ ഗണന രീതിയിലാണ്. എനിക്കത് പറ്റും. അത് വെച്ചിട്ട് ഞാൻ എന്റെ സ്കിന്നിൽ വെച്ച് ടൈം പറയും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ടൈം എനിക്ക് തോന്നുന്നു 8:40 ആയിക്കോണ്ടല്ലോ അല്ലേ? അപ്പം ഗണനരീതി എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം സ്കിന്നിന്റെ സെൻസിൽ പറയാൻ പറ്റുക, ടെമ്പറേച്ചർ പറയാൻ പറ്റുക, ഒരു വസ്തുവിന്റെ ഭാരം പറയുക, അല്ലെങ്കിൽ ഒരു അളവ് പറയുക. ഇതൊക്കെയാണ് ഗണനരീതി എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ 4 ഇനിയാണത്
അഞ്ചാമത്തത് കാൽക്കുലേഷൻ. അതാണ് ഭേദഗണിതം. ഭേദഗണിതം വെച്ചാൽ നമ്മൾ വളരെ സ്പീഡിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അഡീഷൻ ചെയ്യാൻ പറയുന്നത്. അതിൻ്റെ ഇപ്പോൾ അബാക്കസിന്റെ സാധനം ഇറങ്ങിയിട്ടുണ്ട്. അബാക്കസ് ഒരു സ്റ്റഡി മെത്തേഡ് ഉണ്ട്. വേദിക് മാത്സ് ഉണ്ട്. അബാക്കസിനേക്കാൾ ഒരുപാട് മുകളിലാണ് വേദിക് മാത്സ്. അബാക്കസിനെ പ്രത്യേകിച്ച് ബേസിക്കലി അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ഫാസ്റ്റ് ആവും. വേദിക് മാത്സിൽ ലോജിക്കലി ഫാസ്റ്റ് ആവും. കാൽക്കുലസും ഈ പറഞ്ഞ ട്രിഗോണോമെട്രി ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനകത്തൊരു സാധനം പറയുന്നുണ്ട്, വേദഗണിതം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്ന വേദിക് മാത്സിനകത്ത് വരുന്ന 23 സൂക്തങ്ങളുണ്ട്. അതിലുപരി ട്രഡീഷണൽ മാത്സിലുണ്ട്. ലീലാവതി, ആര്യഫടിയം, ക്രിയാക്രമധാരി, കാർമ്മഖണ്ഡിക, ഗണിതസാര സംഗ്രഹ. ഇത് നമ്മുടെ ഇതെല്ലാം ഐക്യൂട്ടിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റ എക്സാമ്പിൾ പറയും കുട്ടികൾക്ക് വേണ്ടി. ഇപ്പം വൃത്തത്തിന്റെ ചുറ്റളവില്ലേ 2πr എന്നല്ലേ? അപ്പോൾ ഇത് പണ്ട് കാലത്ത് 2πr എന്നുള്ളത് നമ്മൾ പഠിക്കുന്നതാണ്. സുൽഭസൂത്രം എന്നൊരു ബുക്കുണ്ട്. ബൗദ്ധിയായന്റെ സുൽഭസൂത്രയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലത്തുണ്ട്, ഒരു സൂത്രമുണ്ട്. എന്ന് വെച്ചാൽ വൃത്തത്തിന്റെ വ്യാസം എടുക്കുക, അതിന്റെ 5 എടുക്കുക. അപ്പൊ 10 ആണെന്നിരിക്കും വ്യാസം. 5 2. ഇനി 10ന്റെ 3 ഇരട്ടി എടുക്കുക, വ്യാസത്തിന്റെ 3 ഇരട്ടി 30. അതിനോട് ആഡ് ചെയ്യുക 32. അതായിരിക്കും വൃത്തത്തിന്റെ വ്യാസം, അല്ല വൃത്തത്തിന്റെ ചുറ്റളവ്. 2πr വരിക. 2πr ചെയ്യുമ്പോൾ 10ന്റെ പകുതി 5, 31.4 ആണ് 3.14 ചെയ്യുമ്പോൾ മറ്റേതിൽ 32 വരും. പക്ഷെ സത്യത്തിൽ അപ്പൊ ഇത് പണ്ട് കാലത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഈ സംസ്കാരത്തിലുള്ള കാര്യം കുട്ടികൾ കിട്ടുന്നില്ല? അപ്പം അത് ഞാൻ ചോദിക്കുന്നത് ഐക്യൂട്ട് സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ള് കാണുന്നു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കരിക്കുലത്തിൽ, സർക്കാർ തലത്തിലോ മറ്റോ നമ്മുടെ കരിക്കുലത്തിലേക്ക് ഈ മാത്തമാറ്റിക്സ് കുട്ടികൾക്ക് ഇത് അധികം വായിക്കാത്തത് കൊണ്ടാണ് ഞാൻ ക്ലാസ് ആയിട്ട്. നിങ്ങളെ പോലത്തെ ഒരാൾ ഇത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു ഈ സംസ്കൃതത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാര്യം. അപ്പോൾ നിങ്ങളെ പോലത്തെ ഒരാൾ ഓൾറെഡി അവിടെ നിന്ന് കൊണ്ടുവരികയും സക്സസ്ഫുൾ മോഡലാണെങ്കിൽ ശരിക്കും നമ്മൾ ഐക്യൂട്ടിനകത്ത് ഏകദേശം 550 കൂടുതൽ ടോപ്പിക് ആഡ് ചെയ്തിട്ടുണ്ട്. 550 വേദിക് മാത്സിന്റെ ടോപ്പിക്, എല്ലാ നമ്മുടെ ഈ കോഗ്നിറ്റീവ് ലിസണിംഗ് ഇൻക്രീസ് ആയുള്ളത്, മെമ്മറി കൂടെ ഉള്ളത്. അത് എന്തായാലും പർച്ചേസ് ചെയ്യണം. അത് പർച്ചേസ് ചെയ്ത് മെമ്മറി കൂടെ ഉള്ളത്, മാത്സിന്റെ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് എന്ത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം ഉണ്ട്, കടവ്യാധി സിസ്റ്റം. കടവ്യാധി സിസ്റ്റം എന്ന് പറഞ്ഞാൽ കടപയാതി, എല്ലാ കാര്യങ്ങളും കടവ്യാധി സിസ്റ്റം ചെയ്യാൻ പറ്റും. ലോകത്തുള്ള ഏത് മാത്സും വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ചെയ്യാം. കടവ്യാധി സിസ്റ്റം പഠിച്ചാൽ പ്രാക്ടീസ് ചെയ്യണം. അത് നമ്മുടെ ഐക്യൂട്ട് സിസ്റ്റത്തിലാണ്. അപ്പൊ അതാണ് കാണുന്ന രീതി. പിന്നെ പറഞ്ഞുള്ളത് ലോപനസ്ഥം. ലോപനസ്ഥം എന്ന് പറയുന്നത് വിവിധോന്മക ഏകാഗ്രത എന്ന് പറയും. നമുക്ക് ഒരേ സമയം 3-4 കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ മാതൃഭൂമി ചാനലിനകത്ത് അത് ചെയ്തിരുന്നു. നമ്മളിപ്പോ ഞാൻ പറയാറുണ്ട് സാറിന്, പുരുഷന്മാര് ഫോണ് വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട് ചായ വേണോ, കാപ്പിക്ക് എന്താ കടി വേണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കേൾക്കില്ല. എന്നിട്ട് അതിന്റെ പേര് വഴക്കുണ്ടാവും. ഇവിടെ ഒരാളെന്താ ചെയ്യുന്നറിയോ, 3 ഫോണിലും 3 വ്യത്യസ്ത ന്യൂസുകൾ അത് വ്യത്യസ്ത ടൈമിൽ ആരംഭിച്ചിട്ട് കേൾക്കുന്നു. 5 മിനിറ്റ് അത് കേട്ടിട്ട് എല്ലാ ഫോണിലെയും എല്ലാ ന്യൂസും എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും എന്താ പറഞ്ഞതെന്ന് പറയുന്നത് അല്ലേ. അതായത് മൾട്ടി ഫോക്കസ് ഭയങ്കര സംഭവമാണ്. അതൊക്കെ ഇങ്ങനെ ആർജിച്ചെടുത്താണ്. ഈ 6 കോഗ്നിറ്റീവ് ഉണ്ടെങ്കിൽ എന്തും പഠിക്കാം, എന്തും നേടാം, എന്തും ഈസിയാണ്. നമുക്ക് ഒരുപാട് ടൈം ആയതുകൊണ്ട് ഞാൻ അടുത്തൊരു ചോദ്യമല്ല, ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക്. ഇതിനെല്ലാത്തിനും ട്രെയിനിങ് മെത്തഡോളജീസ് ഉണ്ട്. ഇത് എങ്ങനെ വന്നെന്നുണ്ട് ഒരുപാട്. ഒരു 2% പോലും അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടരണം. നിങ്ങൾ ഇനി എനിക്ക് കിട്ടണം. ഇപ്പൊ തന്നെ ഏതാണ്ട് ഒരു 150 മിനിറ്റ് വീഡിയോ ഉണ്ട്. നമുക്കിത് അടുത്ത തലമുറയ്ക്ക്. ഇപ്പം എനിക്ക് എന്റെ നിയോഗം എന്ന് പറയുന്നത് ചിലപ്പോൾ എന്റെ നിയോഗം എന്ന് പറയുന്നത് ഞാൻ ഗവൺമെന്റ് ജോലി ഇരിക്കേണ്ട ആളല്ല. അതുകൊണ്ടാണ് ഈ അടുത്തത്. ഞാൻ അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് എനിക്ക് ഐക്യൂട്ട് സിസ്റ്റം, ഐക്യൂട്ടിന്റെ ഫുൾ ഫോം തന്നെ ഇന്റലിജന്റ് കോഷ്യന്റ് എഡ്യൂക്കേഷൻ ഡിസൈൻ എന്നാണ്. ബുദ്ധിമാന വിദ്യാഭ്യാസ രൂപരേഖ. അതിനകത്ത് നമുക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട കോഷ്യന്റുകളായിട്ടുള്ള IQ, EQ ഇത് രണ്ടും കിട്ടണം. EQ ഒരു കുട്ടികൾക്ക് ഏറ്റവും കുറവാണ് EQ. ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് കേൾക്കുന്ന വാർത്തകളെല്ലാം വിഷമം, അമ്മയെ കൊല്ലുന്ന മക്കള് വളരെ വിഷമകരമായിട്ടുള്ള EQ ഇല്ല, ഇമോഷണലി അവർ അറ്റാച്ച്ഡ് അല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഓക്കെ, തീർച്ചയായും നമുക്ക് അത് April 1 ലോഞ്ച് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ചർച്ച തുടരണം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്. യാദർശമായിട്ട് കിട്ടിയതാണ്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം. ഇന്ന് എനിക്ക് തോന്നുന്നത് എക്സ്ക്ലൂസീവായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് IQ മാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കുണ്ടറ സ്വദേശി അജിസാറാണ്. നമ്മൾ മുമ്പും അദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്ഭുത മനുഷ്യൻ എന്ന് പറയാം. ഒരുപാട് അത്ഭുത പ്രകടനങ്ങൾ കാണിക്കുന്നു. ഞാൻ 1-2 ഇതിൽ കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സംവിധാനം തുടങ്ങി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അന്നും ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്, നിങ്ങളിതെങ്ങനെ നാട്ടുകാരെ പഠിപ്പിക്കും, നമ്മുടെ പുതിയ തലമുറയെ പഠിപ്പിക്കും. അപ്പോൾ പുള്ളിയുടെ ഉദ്ദേശം തന്നെ അതാണ്. ഞാൻ ആർജിച്ചെടുത്തത് ഞാൻ ചെയ്ത അതേ തപസ്യയിലൂടെ അതേ പ്രാക്ടീസിലൂടെ പോയാൽ ആർക്കും നേടിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ പുതിയ തലമുറയ്ക്ക് ശരിക്കും ബുദ്ധി വർദ്ധിപ്പിക്കാൻ, IQ വർദ്ധിപ്പിക്കാൻ, നല്ല രീതിയിൽ പഠിക്കാൻ, പഠനം എളുപ്പമാക്കാൻ IQയുടെ സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ അത് ലോഞ്ച് ചെയ്തിട്ടില്ല. എല്ലാവരും അത് കാത്തിരിക്കുക. April 1 അത് വരുമെന്ന് പറയുന്നത്. ഈ പറഞ്ഞ 500-600 വീഡിയോസൊക്കെ ഇതിനെക്കുറിച്ച് മാത്രം പറയുന്ന സാറിന് സപ്പോർട്ടുള്ള ഒരു വലിയ സംവിധാനമാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. സാർ ഒരിക്കൽ കൂടെ നന്ദി പറയാണ്. താങ്ക് യു.